അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഗ്രേസി ബിജു ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ സാക്ഷ്യം നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിന്റെ ദാസി ഈ കാലയളവിൽ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവാചക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, അനേകരുടെ ഇടയിലേക്ക് ദൈവം അയച്ച് ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, പവർ വിഷൻ ചാനലില് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർത്താവിന്റെ ദാസിയുടെ ജീവിതാനുഭവം തീർച്ചയായിട്ടും അരോമ ടി വി പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായി തീരും. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല, സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. നാം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഗ്രേസി ബിജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു പോകുന്നു. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അരോമ ടി വി പ്രേക്ഷകർക്ക്, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്കും എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ അരോമ ടിവിയിലേക്ക് സാക്ഷ്യം പറയുവാനായി സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരവസരം ഒരുക്കി തന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകളാണ് എന്നെ ഈ സാക്ഷ്യം പറയുവാനായി ഈ ടിവിയിലേക്ക് ക്ഷണിക്കുവാനിടയായത്. കർത്താവിന്റെ ദാസനുമായി എനിക്ക് മുൻപ് തന്നെ പരിചയമുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങളൊരു 1000 ദിന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ കർത്താവിന്റെ ദാസനുമായിട്ട് ഞാൻ ഫോൺ കോളുകൾ ചെയ്യുകയും അതുപോലെ തന്നെ പ്രയറൊക്കെ ചെയ്യുവാനായിട്ട് പാസ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഓരോ പഞ്ചായത്ത് തലങ്ങൾ പറയുമ്പോഴത്തേക്കിന് അവിടങ്ങളിലുള്ള ദേവദാസന്മാരെ എനിക്കറിയാവുന്നവരെ ഞങ്ങളുടെ ഏരിയകളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുവാനിടയായി. അങ്ങനെയാണ് കർത്താവിന്റെ ദാസനുമായിട്ട് ഞാൻ ഈ പരിചയത്തിലാവുന്നത്. അതുപോലെ തന്നെ ആ പ്രയറിൽ പലയിടത്തും ഒരു 10 മിനിറ്റ് മെസ്സേജ് പറയാനുണ്ടല്ലോ, ആ മെസ്സേജിന്റെ ടൈമിൽ ഞാനും മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബിജു അലോഷ്യസും മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേവദാസനുമായിട്ട് പരിചയമായത്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ പേര് ഗ്രേസി ബിജു എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് കുണ്ടറ പടപ്പക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബിജു അലോഷ്യസ് ആണ്. എനിക്ക് 2 ആൺമക്കളുണ്ട്, ബസ്ലേൽ ബിജു, ബ്ലസൻ ബിജു. കർത്താവിന്റെ ദാസൻ ഞങ്ങൾ ഒരുമിച്ച് കർത്തൃവേലയിലായിരിക്കുന്നു. സ്തോത്രം. IPC ചർച്ചിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുണ്ടറ നാന്തിരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി പായിപ്പാട് നാലുകൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങള് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെടുവാനിടയായി തീർന്നത്. അവിടെ ഞങ്ങൾ ആ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടില് നമ്മളുടെ അവിടെയുള്ളതായ പാരമ്പര്യ പ്രകാരമൊക്കെ നല്ല ഭക്തിയിലാണ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെ ദൈവഭക്തിയുള്ള മാതാപിതാക്കളാണ്. ഹല്ലേലൂയ. കത്തോലിക്ക പാരമ്പര്യത്തിൽ തന്നെ അവർ നല്ല ഭക്തിയിലാണ് അവരായിരുന്നത്. ഞങ്ങൾ 11 മക്കളാണുള്ളത്. 7 പെണ്ണും 4 ആണുമാണ് ഞങ്ങള്. ചേച്ചി കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെയാണ് ഞാന് വീട്ടില്. ഞങ്ങള് ആ കത്തോലിക്ക എല്ലാ കാര്യങ്ങളും ആചാരങ്ങളെല്ലാം നന്നായി ഞങ്ങൾ ചെയ്തു പോകുന്നവരാണ്. നാലുകോടിയിൽ സെന്റ് തോമസ് ദേവാലയം എന്ന് പറയുന്ന ആ ചർച്ചിലാണ് ഞങ്ങള് പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പും എല്ലാ കാര്യങ്ങളും ഒക്കെ, മാമോദീസായും കുർബാനയ്ക്കുള്ള പാടും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ പള്ളിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ സൺഡേ സ്കൂളൊക്കെ പഠിച്ചു. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന കാലം, സ്കൂൾ ബാല്യകാലമൊക്കെ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞുപോയി. സ്കൂൾ എന്ന് പറയുന്നതും അവിടെ തന്നെ പായിപ്പാട് സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ്, സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാ. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
ഒന്ന് തൊട്ട് 10 വരെ ആ സ്കൂളിൽ പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്കൂൾ ജീവിതമൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്നത് കൊണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷമാണല്ലോ. അങ്ങനെ ആ ഒരു അച്ചടക്ക നിലവാരങ്ങളിലൊക്കെയാണ് പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുവാനായി ചങ്ങനാശ്ശേരിയിലേക്ക് കടന്നുപോയി. എക്സൽ കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. അതിനുശേഷം ഞാൻ ആ നഴ്സിംഗ് പഠിച്ചു. ചങ്ങനാശ്ശേരിയിൽ തന്നെ അൽഫോൻസ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ അതായ സ്ഥാപനത്തിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അവിടെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങള് കൂട്ടുകാരെല്ലാരും കൂടെ കൂടി പാസ്പോർട്ടൊക്കെ എടുത്ത് ഞങ്ങള് വിദേശ യാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒക്കെ തയ്യാറായൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്കും പാസ്പോർട്ടൊക്കെ റെഡിയായി. അപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു, മോള് നല്ലൊരു നഴ്സായി വിദേശത്തൊക്കെ പോകണം, നല്ല ബോംബെയിലൊക്കെ പോകണം. അങ്ങനെ അമ്മ ബോംബെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറയും ബോംബെയിലൊക്കെ പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞ ആഗ്രഹത്തോടെ, നല്ല ആഗ്രഹത്തോടെയാണ് ആ, ഈ പാസ്പോർട്ടൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വിദേശ യാത്ര കൂട്ടുകാരുടെ എല്ലാ ആഗ്രഹപ്രകാരമാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് പോയി. ഒരു സെറ്റായിട്ട് പോയാണ് ഞങ്ങൾ പാസ്പോർട്ടൊക്കെ എടുത്തത്. എന്നാൽ അതിനുശേഷം എൻ്റെ വീട്ടിലെ ഈ പെട്ടെന്നാണ് ഞങ്ങളുടെ വീട്ടിന്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറുവാനിടയാകുന്നത്. കാരണം എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞുണ്ടാകുന്ന ആ സമയം ഡെലിവറി നടക്കുന്നത് വീട്ടിലായിരുന്നു. കാരണം രാത്രിയായിരുന്നു, സമയം കഴിഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് തന്നെ അന്നത്തെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാല് 1989 അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ അമ്മമാരുണ്ട്, ഈ പ്രസവമൊക്കെ എടുക്കുന്ന അമ്മമാരുണ്ട്. അവരെയൊക്കെ വന്ന് പെട്ടെന്ന് പ്രസവം എടുത്തു. പക്ഷെങ്കില് എന്തോ ചേച്ചിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ബ്ലീഡിങ്ങും എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ നാലുകൊടിയിലെ സെന്റ് റീത്താസ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെയും എന്തൊക്കെയോ കുഴപ്പങ്ങളായി. വൈകുന്നേരത്ത് വീണ്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. എന്തൊക്കെയോ പിന്നെയും പ്രശ്നങ്ങള്. അങ്ങനെ ചേച്ചി ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്ത ഒരു വീട്ടിലേക്ക് എൻ്റെ പപ്പ കടന്നു ചെന്നു. അവിടെ സാധനം മേടിക്കാൻ പോയത്. അവിടെ ഒരു ചെറിയ കടയുണ്ട്. ആ കടയിൽ സാധനം മേടിക്കാൻ ചെന്നപ്പോൾ ആ അവരുടെ മുറ്റത്ത് തന്നെയാണ് ആ കട. ആ കടയിൽ ആ വീട്ടിൽ അപ്പച്ചനില്ല, അപ്പച്ചനകത്താണ്. അപ്പോൾ എൻ്റെ പപ്പ ആ വരാന്തയിലേക്ക് കയറി ചെന്നപ്പോഴേ ഒരു പ്രാർത്ഥന അകത്ത് കേൾക്കുന്നു. പപ്പ അവിടെ ഇങ്ങനെ നിന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ ഇറങ്ങി വരികയാണ്. ആ പാസ്റ്ററോട് എൻ്റെ പപ്പ ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ കൂടി വന്നൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഉടനെ അതിനെന്താ വെച്ചാ ഞാൻ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പപ്പായെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ പപ്പ ഇങ്ങനെ ചേച്ചിയുടെ അപ്പോഴത്തെ ആ നിലവാരങ്ങൾ ഒന്ന് അറിയിച്ചു. അങ്ങനെ പാസ്റ്റർ വീട്ടിൽ വരുന്നു. ആ പാസ്റ്റർ വന്ന് ചേച്ചിയെ കണ്ടു. പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപേ പാസ്റ്റർ ഇപ്രകാരം ചോദിച്ചു, യേശു കർത്താവിൽ പൂർണ്ണമായി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ വീടിന്റെ ആ റൂം എന്ന് പറയുന്നത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ പുണ്യാളന്മാരുടെയും മാതാവിന്റെയും എല്ലാ ഫോട്ടോകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാ. അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇനിയും ഒരു രൂപങ്ങളും ഇല്ലെന്ന് വേണം പറയാ. അതേപോലെ എല്ലാ ഫോട്ടോകളും നിരത്തി വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാ പള്ളികളിലും പെരുന്നാളിന് പോകുമ്പോൾ അവിടങ്ങളിലുള്ള മധ്യസ്ഥത വഹിക്കുന്നവരുടെ ഫോട്ടോ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ എല്ലാ ഫോട്ടോകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കാണുന്നില്ലേ, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, ഇനി എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ആ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, അങ്ങനെയല്ല, പൂർണ്ണമായി നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ബൈബിളിൽ ആ കഥ ഞങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. ആ സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾ തൊട്ടു, അവൾക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന് ഇങ്ങനെ പാസ്റ്റർ ഞങ്ങളോട് പറയുവാനിടയായി. അത് കേട്ടതും അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിൽ വിശ്വാസമാണെന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തന്നാൽ നിങ്ങൾ പൂർണ്ണമായി ഈ കർത്താവിനെ അനുഗമിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അനുഗമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി ചേച്ചിയുടെ ദേഹത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനു മുൻപേ ഞങ്ങള് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചരടും അങ്ങനെ മറ്റു ചില കാര്യങ്ങളൊക്കെ, അതൊക്കെ അഴിച്ചു മാറ്റാൻ ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞു. അതെല്ലാം അഴിച്ചു മാറ്റി പാസ്റ്റർ ഒന്ന് രണ്ട് വാക്കുകളിൽ അവിടെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ മലയാളത്തിലാ
പ്രാർത്ഥിച്ചത്. നമ്മൾ ഈ പെന്തക്കോസ്ത് പ്രാർത്ഥന അറിയാത്തത് കൊണ്ട് അറിയത്തില്ലായിരുന്നു എന്താ പ്രാർത്ഥിച്ചതെന്ന്. പക്ഷെങ്കില് ആ പ്രാർത്ഥിച്ച് പാസ്റ്റർ അങ്ങ് പോയി. ആ, എന്നാൽ കർത്താവ് ആ സ്പോട്ടിൽ തന്നെ ചേച്ചിക്ക് അത്ഭുത വിടുതൽ തരികയായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ ചേച്ചിയിൽ അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായത് എന്ന് പറയുക മാത്രമല്ല, പിന്നീട് ഒരിക്കൽ പോലും ആ ബ്ലീഡിങ് ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. പിന്നീട് 2 കുഞ്ഞുങ്ങളെ കൂടെ ചേച്ചി പ്രസവിക്കുവാനിടയായി തീർന്നു. നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു. ദൈവമായ കർത്താവ് അങ്ങനെ ഒരു വലിയ വിടുതൽ നൽകി തന്നു. ആ വിടുതൽ ഞങ്ങളുടെ ആ ചുറ്റുപാടുകളിൽ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും അത് കേട്ടു. എല്ലാവർക്കും വലിയൊരു അത്ഭുതമായി, ഇങ്ങനെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു സൗഖ്യമായി എന്ന്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് സഭയിലെ ഒരു അച്ചായനെയും കൂട്ടി വരികയാണ്. പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ പി.കെ. തങ്കച്ചൻ എന്നാണ്. പാസ്റ്റർ നാലുകൊടി കിളിമല എന്ന് പറയുന്ന സ്ഥലത്ത് IPCയുടെ വേല ചെയ്യുന്ന പാസ്റ്ററാണ്. ആ പാസ്റ്റർ ഒരു വിശ്വാസിയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എങ്ങനെയുണ്ട് എന്നറിയാൻ വന്നതാ. വന്നപ്പോഴാണ് വീട്ടില് ചേച്ചിക്ക് സൗഖ്യമായി എന്നുള്ള വിവരം അറിയുന്നു. പാസ്റ്റർ അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പാസ്റ്റർ വന്നത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാരെല്ലാം ഓടി വന്നു പാസ്റ്ററിന്റെ അരികിൽ. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവരുണ്ട്, വെള്ളവും കൊണ്ട് വന്നവരുണ്ട്, എണ്ണ കൊണ്ടുവന്നവരുണ്ട്, പ്രാർത്ഥിച്ചു തരണമേ എന്നും പറഞ്ഞ്. അങ്ങനെ ഭയങ്കര ഒരു പ്രാർത്ഥനയും ഒരു അന്തരീക്ഷം കണ്ടപ്പോ പാസ്റ്ററിന് നല്ല സന്തോഷമായി. പാസ്റ്റർ പറഞ്ഞു, അച്ചായ ഞാൻ ഇവിടെ ഒരു പ്രാർത്ഥന നടത്തിക്കോട്ടെ. അങ്ങനെ പായിട്ടാൻ പറഞ്ഞു. പായിട്ട് പ്രാർത്ഥന നടത്താൻ ഒരുങ്ങി. അപ്പൊ പ്രാർത്ഥന നടത്താൻ ഒരുങ്ങി ആ സമയത്ത് ഞങ്ങൾ വേഗം ചെയ്യാൻ ഒരുങ്ങിയത് ആദ്യമേ സാമ്പ്രാണിയും കത്തിച്ച് തിരിയും കത്തിച്ച് പടത്തിന്റെ മുന്നിൽ. അങ്ങനെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന അതുവരെ അങ്ങനെയാണ്, പ്രാർത്ഥന ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്ന ജോലി അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒരുങ്ങിയപ്പോ പാസ്റ്റർ പറഞ്ഞു, അതൊന്നും വേണ്ട, പായിട്ട് ഇവിടെ നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇരുന്ന് എല്ലാവരും അവിടെ ഇരുന്നു. എനിക്ക് അന്നത്തെ കാര്യം ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട് നിറച്ച ആളാണ്, ഞങ്ങളുടെ മിറ്റമെല്ലാം നിറഞ്ഞ ആള് നിൽക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ്. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നതും മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും പാപികളെ തേടിയാണ് വന്നതെന്നും യേശു കർത്താവ് കാൽവർ ക്രൂശിൽ പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നും നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി തന്നു എന്നും പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാന് കരയുവാൻ തുടങ്ങി. ഞാൻ സ്ഥലകാലബോധം ഇല്ലാതെ ഇരുന്ന് കരയുകയാണ്. ഞാൻ കരഞ്ഞ് 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 ഞാൻ ഏങ്ങലടിച്ചിരുന്ന് കരയുകയാണ്. അങ്ങനെ ഞാൻ വലിയ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിൽ നിന്നൊരു വാക്ക് ഇങ്ങനെ കേൾക്കുക, യേശുവിന് വേണ്ടി ജീവിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലോ എഴുന്നേറ്റ് നിന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. പാസ്റ്റർ പറഞ്ഞു തീരുകയും ഞാൻ ചാടി എഴുന്നേൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കത്തോലിക്കയിലെ വലിയ ബൈബിൾ എൻ്റെ മടിയിൽ ഇരിപ്പുണ്ട്. ആ ബൈബിളുമായിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. പാസ്റ്റർ പറയുന്ന വാക്യങ്ങളൊക്കെ ഞാൻ അതിൽ നോക്കി വായിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ എഴുന്നേറ്റ് നിന്ന്, പാസ്റ്റർ ഒന്നും എനിക്ക് രക്ഷാവാചകം ഒന്നും പറഞ്ഞു തരുന്നതിന് മുൻപ് തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് സ്വയമേ പറയാൻ തുടങ്ങി, എൻ്റെ ഈ കർത്താവിനെ ഞാൻ എന്റെ പാപങ്ങൾ കൊണ്ട് ഞാൻ ഇതുവരെയും ക്രൂശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇനിയും എൻ്റെ മരണം വരെയും ഈ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അത് ഭയങ്കരമായിട്ടും ഏങ്ങലടിച്ചും കൊണ്ട് ഭയങ്കരമായിട്ടും കരഞ്ഞും കൊണ്ടാ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ എൻ്റെ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിക്കുന്നു എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് ആ ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം വീട്ടിലുള്ള ജനം മുഴുവൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. എല്ലാവരും എന്തുവാ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എനിക്ക് ഒന്നുമേ അറിയത്തില്ല എന്തുവാ ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ കരഞ്ഞും കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. പിന്നത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ എന്ത് നടന്നു, ആരൊക്കെ എഴുന്നേറ്റെന്നോ ആരൊക്കെ പ്രാർത്ഥിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല. അന്ന് രാത്രിയിലത്തെ കാര്യമാണ് പിന്നത്തെ കാര്യം. ആ രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ട് പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ വേറൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അത് എനിക്ക് അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. കാരണം എന്റെ ഹൃദയത്തിനകത്ത് ഈ ലോകം മുഴുവൻ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം,
അതുപോലെ തന്നെ എന്നിൽ നിന്ന് എന്തൊക്കെയോ മാറിപ്പോയി. ഞാന് ഞാൻ വേറൊരു വ്യക്തിയായി മാറി. എനിക്കറിയത്തില്ല അതെന്തൊക്കെയാ രാത്രി സംഭവിച്ചെന്ന്. ആ, എന്നാല് അതിനുശേഷം ഞാന് ഓടി നടന്ന് എല്ലാവരോടും ചെന്ന് പറയുകയാ, എന്റെ വഴക്കൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കൂട്ടുകാരോടെല്ലാം ഞാൻ വഴക്ക് കൂടുമായിരുന്നു. ഭയങ്കര വഴക്കാളിയായിരുന്നു ഞാൻ കുഞ്ഞിലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടി നടന്ന് എല്ലാരോടും ചെന്ന് പറയാ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്റെ വഴക്കെല്ലാം എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ടല്ലോ, പിണങ്ങിയിട്ടുണ്ടല്ലോ, അതെല്ലാം എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണമെന്നാ എല്ലാരോടും ഓടി നടന്ന് ഞാൻ പറയുകയാ. പിന്നെ തൊട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സ്വയം വരികയാ. പിന്നെ എന്റെ വായിൽ അരുതാത്ത വാക്കുകൾ വരുന്നില്ല. എനിക്ക് പൊട്ട് തൊടണ്ട, എനിക്ക് മാല ഇടണ്ട. മാല മീൻസ് പൂമാല. ഞാൻ മുല്ലപ്പൂമാലയൊക്കെ എപ്പോഴും എന്നും കോർത്തിടും. ഞങ്ങള് അതിനൊക്കെ ഭയങ്കര വാശിയിലാണ് ഞങ്ങള് മുല്ലപ്പൂ ഒക്കെ കോർക്കുന്നത്. സന്ധ്യ ആകുമ്പോഴേ മുല്ല മുട്ട് വിരിയുന്നതിന് മുന്നേ ചെന്ന് പിച്ചി എടുക്കുമായിരുന്നു. മുല്ലപ്പൂമാലയൊക്കെ കോർത്തിടുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഈ കണ്ണെഴുതുക, പൊട്ട് തൊടുക, മുല്ലപ്പൂമാല ചൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസികകൾ ഉണ്ടായിരുന്നു. ഈ ബാലരമയും അതുപോലുള്ള പൂമ്പാറ്റ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടാതെ ഈ ചെമ്പകം, പൗരധ്വനി, മനോരമ, സഖി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഞങ്ങള് കൂട്ടുകാരൊക്കെ കൂടി ഒരാൾ ഒരു പുസ്തകം മേടിച്ചാൽ മതി, വേറൊരാൾ വേറൊരു പുസ്തകം മേടിക്കും. അപ്പൊ എല്ലാരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇതെല്ലാം വായിക്കും. ഇതെല്ലാം എനിക്ക് അറിയത്തില്ല ആരെന്നോട് പറഞ്ഞു ഇതൊന്നും വായിക്കരുതെന്ന്, ഇതൊന്നും ചെയ്യരുതെന്ന്. ആര് പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. പാസ്റ്റർ ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയത്തില്ല, ഇതെല്ലാം എന്നിൽ വലിയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ തന്നെ ഞങ്ങള് എല്ലാ ശനിയാഴ്ചയും ചങ്ങനാശ്ശേരി കുന്നന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്നേഹഭവനം എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു മഠമുണ്ട്. ആ മഠത്തില് 100-ലധികം അഗതികൾ താമസിക്കുന്നതാ. പല വിധത്തിലുള്ള രോഗികളായിട്ടുള്ളവര്, മാനസികമായി ബുദ്ധിമുട്ടുള്ളവര്, ബുദ്ധി വളരാത്തവര്, അങ്ങനെയൊക്കെ 100-ലധികം പേരുണ്ട്. ആ മഠത്തില് ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ലൊരു മീറ്റിംഗ് ഉണ്ട്. ആ ധ്യാനം എന്നാ ഞങ്ങൾ പറയുന്നത്. നല്ലൊരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിന് ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഞാൻ ആ ധ്യാനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പ്രയറിന് സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യും. അപ്പൊ ഞാൻ കൗൺസിലിങ്ങിനായി സിസ്റ്ററിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ സിസ്റ്റർ ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ബൈബിൾ ഇങ്ങനെ പൊട്ടിച്ച് തുറന്നിട്ട് എന്നോട് പറയാ, യേശു നിന്റെ മേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്നാ. അപ്പോൾ എനിക്ക് എന്റെ ദേഹമല്ല അന്നേരം ഭയങ്കരമായിട്ട് അങ്ങ് കുളിരി കോരി. എനിക്ക് എന്തോ അറിയാൻ വയ്യ, ഭയങ്കര ഒരു ശക്തി എനിക്ക് വന്നു. യേശു എന്റെ മേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്ന് സിസ്റ്റർ പറയുകയും പെട്ടെന്ന് അതിൽ മാറ്റങ്ങളൊക്കെ വരുന്നതാ. അത് കഴിഞ്ഞ് അവിടുത്തെ ധ്യാനവും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയിരുന്നു. പിന്നെയും ഈ ഞങ്ങളുടെ വീട്ടില് ഞാൻ ആ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഈ പാസ്റ്റർ വരും, ഇടയ്ക്കിടയ്ക്കൊന്ന് വരും, വന്ന് വചനമൊക്കെ പറഞ്ഞു തരികയും കാര്യങ്ങളൊക്കെ. പെട്ടെന്നാണ് ഞങ്ങളുടെ ആ ദേശത്തെല്ലാം ആൾക്കാരെല്ലാം ഈ പാസ്റ്റർമാരെ കൂട്ടി എല്ലാ വീട്ടിലും കയറി ഇറങ്ങി. എല്ലാവരുടെയും വീട്ടുകളിൽ പ്രാർത്ഥിക്കണമെന്നൊരു എല്ലാവർക്കും ആഗ്രഹമായി. കാരണം ഈ പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ച ഭയങ്കര അത്ഭുതങ്ങളാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീട്ടിലും വിളിപ്പിക്കുന്നു, പ്രാർത്ഥിപ്പിക്കുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ശക്തമായി ഓരോ വീട്ടിലും ഭയങ്കര അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ചാരായം കുടിച്ചുകൊണ്ടിരിക്കുന്നവർ അത് നിർത്തുന്നു, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവർ അത് നിർത്തുന്നു. അങ്ങനെയൊക്കെ വീടുകളിലൊക്കെ അത്ഭുതങ്ങളൊക്കെ നടക്കുക. അപ്പം സ്ത്രീകൾക്കാണ് ഭയങ്കര സന്തോഷമായിരിക്കുന്നത്. അങ്ങനെ സന്തോഷം കൊണ്ട് ഇവരെല്ലാരും പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർ വിളിച്ച ചർച്ചിലേക്ക് പോയി. അപ്പം അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. പക്ഷെ ഞാൻ പോയില്ല പ്രാർത്ഥനയ്ക്ക്. കുറച്ചു നാൾ ഇവരൊക്കെ ഇങ്ങനെ പോയി. അതിനുശേഷം ഈ പാസ്റ്റർ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥന നടത്തുമ്പോ എന്റെ പപ്പ പറഞ്ഞു, ശനിയാഴ്ച ദിവസം വൈകുന്നേരം സമയമുണ്ടെങ്കിൽ പാസ്റ്ററിന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അല്പം ഈ ദൈവവചനം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഞങ്ങള് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ദിവസം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് പാസ്റ്ററും കുടുംബവും കടന്നു വന്ന്
വചനം പറയാൻ തുടങ്ങി. അങ്ങനെ പാസ്റ്റർ ഇങ്ങനെ വേറെ വേറെ പാസ്റ്റർമാരെയും പല ആൾക്കാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെ വചനം പറഞ്ഞു തരാൻ തുടങ്ങി. ആ സമയമായപ്പോഴത്തേക്കിന് പള്ളിയിലൊക്കെ പ്രശ്നമായി. ഇങ്ങനെ പെന്തക്കോസ്തുകാർ കയറി ഇറങ്ങി വീടുകളിലെല്ലാം ഭയങ്കര പ്രാർത്ഥന നടത്തുന്നു എന്നും അങ്ങനെ വലിയ വിഷയങ്ങളാണെന്നും ഇവിടുന്ന് വിശ്വാസികള് പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് വിലക്കുണ്ടായി. ഇനി പാസ്റ്റർമാരെ വീടുകളിൽ കയറ്റരുത് എന്നൊരു വിലക്ക് വന്നു. ആ വിലക്ക് വന്നപ്പോഴേക്കും എല്ലാ വീട്ടിലും പാസ്റ്റർമാരോട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ വീട്ടിൽ കയറണ്ട, ഞങ്ങളുടെ വീട്ടിൽ കയറണ്ട, എല്ലാരും വിലക്കി. ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ മാത്രം എന്റെ പപ്പ പറഞ്ഞു, എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ ഒരിക്കലും വിലക്കുകയില്ല, പാസ്റ്ററിന് വരാം, ശനിയാഴ്ച ദിവസങ്ങളിൽ വന്ന് ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ മാത്രം പ്രാർത്ഥന തുടങ്ങി. അത് വലിയൊരു പ്രതികൂലത്തിലേക്കായിരുന്നു മാറിയത്. കാരണം കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വലിയൊരു ആ ശ്രുതി ആ ദേശത്തെല്ലാം പടർന്ന് വലിയൊരു പ്രതികൂലത്തിന്റെ ഒരു അവസ്ഥയായി. ഞങ്ങളുടെ ബന്ധുമിത്രാദികളും നാട്ടുകാരും എല്ലാം ആ ഒരു വിഷയത്തില് എതിർക്കുവാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് ഞാന് പെന്തക്കോസ്തിന്റെ പ്രാർത്ഥനയ്ക്ക് പയ്യെ പോകാൻ ആരംഭിച്ചു. അപ്പൊ ഞാൻ സൺഡേ സ്കൂൾ, കത്തോലിക്ക സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുർബാനയും സൺഡേ സ്കൂള് എന്ന് പറഞ്ഞാൽ 9 മണിക്കാണ് കുർബാന തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 10 മണിക്ക് സൺഡേ സ്കൂൾ ആരംഭിക്കുമല്ലോ. അപ്പം ഞാന് ആ പോകുന്ന പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഈ കത്തോലിക്ക പള്ളിയുടെ വാതിക്കേ കൂടെ വേണം പെന്തക്കോസ്ത് ചർച്ചിലേക്ക് പോകാൻ. അങ്ങനെ ആ ചർച്ചിലേക്ക് പോകാൻ ആരംഭിച്ചു. അങ്ങനെ പോയി തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ ആരാധന എല്ലാം എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ആ രക്ഷയുടെ സന്തോഷത്തിന് വളരെ വളരെ സന്തോഷമായി മാറി. എനിക്ക് കത്തോലിക്ക പള്ളിയിൽ നിന്ന് അതുവരെ ലഭിക്കാത്തതായ ഒരു ആത്മീയ ഒരു വലിയൊരു ശക്തി എന്നിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങി. ഞാൻ അവിടെ ചെന്നാൽ ഈ കണ്ണടച്ച് മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. തീരുന്നത് വരെ ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. തീർന്നു കഴിഞ്ഞേ ഞാൻ കണ്ണു തുറക്കത്തൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ ശക്തമായ പ്രതികൂലം ഞങ്ങളുടെ വീട്ടിലേക്ക് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ കത്തോലിക്ക സഭ വിട്ട്, മാതാവിനെ വിട്ട്, പള്ളി വിട്ട് ഞങ്ങൾ പെന്തക്കോസിലേക്ക് പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരും അയൽപക്കക്കാരും എല്ലാവരും എതിർക്കുവാൻ തുടങ്ങി. പള്ളിയിൽ നിന്നാണെങ്കിലും ആൾക്കാർ വരാൻ തുടങ്ങി അന്വേഷിക്കാൻ. ഞങ്ങളുടെ കോൺവെന്റിൽ നിന്ന് സിസ്റ്റേഴ്സ് വരാൻ തുടങ്ങി. എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചും കൊണ്ട്. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, വീടാണോ വേണ്ടത്? അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് ചെറിയൊരു വീടായിരുന്നു. നിങ്ങൾക്ക് വീട് വേണോ, വീടിനാണോ നിങ്ങൾ പോയത്, പൈസ വേണോ, കുട്ടികളെ പഠിപ്പിക്കണോ, അതിനാണോ നിങ്ങൾ പെന്തക്കോസ്തി പോയത്? ഇങ്ങനെ ചോദിച്ചും കൊണ്ട് പല പല ചോദ്യങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആള് വരാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു, അതിനൊന്നിനുമല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ ഈ വചനം കേട്ടു, വചനം അറിയുന്നു, വചനം പഠിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട. ഞങ്ങള് വീടിനല്ല പോയത്, ഞങ്ങൾക്ക് വീടൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കിടന്നോളാം, സാരമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേ പിന്നെയും പ്രതികൂലം വർദ്ധിക്കുകയാണ്. പള്ളിയിലെ അച്ഛനൊക്കെ വന്നു, കമ്മിറ്റി അംഗങ്ങളൊക്കെ വീട്ടിൽ വന്നു. നിങ്ങൾ ഇനി ഇങ്ങനെ പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ആ ദേശത്തുള്ള മെയിൻ ആയിട്ടുള്ള നല്ലൊരു ഡോക്ടർ ഫാമിലി ഉണ്ട്, അവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നിങ്ങൾ ഇനി ഇങ്ങനെ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വലിയൊരു പ്രതികൂലമായ സാഹചര്യങ്ങളാ. പിന്നെ ചിലരൊക്കെ ഞങ്ങൾക്കെതിരെ ശക്തമായി ചീത്ത വിളിക്കാൻ തുടങ്ങി, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്താണ്, നിങ്ങൾ ഇങ്ങനെ മാതാവിനെ വിട്ടു പോകുന്നവർ, അമ്മയില്ലാത്തവരെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു ഭയങ്കരമായ അനുഭവങ്ങളിലൂടെയൊക്കെ പോയെങ്കിലും ആ സമയത്ത് ഞങ്ങൾ വചനത്തിൽ ഉറയ്ക്കുകയായിരുന്നു. ഞങ്ങൾ വചനത്തിൽ ആ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ വചനത്തിൽ ഉറയ്ക്കുകയായിരുന്നു. എവിടെയൊക്കെയോ ബൈബിളിൽ എന്തൊക്കെയോ വായിക്കാനുള്ള ഒരു ധൃതിയുണ്ട്, ഒരു തത്രപ്പാടുണ്ട്. എന്താ വായിക്കുന്നതെന്നൊന്നും അറിയത്തില്ല, എവിടെയാ വായിക്കണ്ടേന്നും അറിയത്തില്ല. എന്താണ് പുതിയ നിയമമെന്നോ, എന്താണ് പഴയ നിയമമെന്നോ, എന്താണ് സങ്കീർത്തനമെന്നോ, ഇതൊന്നും അന്ന് അറിയത്തില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക്. പള്ളിയിൽ ചെന്നാൽ മതി, ചെറിയ കുർബാന പുസ്തകം ഉണ്ട്, ചെറിയ നൊവേന പുസ്തകം ഉണ്ട്, പിന്നെ ചെറിയ ജപമാലയുടെ പുസ്തകം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് ബൈബിളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ബൈബിൾ എങ്ങനെ വായിക്കണമെന്നോ, എന്താണ് ബൈബിളിലെ കാര്യങ്ങളോ, ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞങ്ങള്
ഈ വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് വെച്ച് വളർന്നുകൊണ്ട് വരുന്നു, പ്രതികൂലം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരെ പോലെ ഒരൊറ്റപ്പെട്ട അനുഭവത്തിൽ ഞങ്ങൾ അവിടെ കഴിയുവാൻ തുടങ്ങി. എല്ലാരും ഞങ്ങളെ തിരസ്കരിക്കുക. പെന്തക്കൊസ്തി പോയി അവർക്ക് ആ പാസ്റ്റർമാര് കുറെ പണം കൊണ്ട് കൊടുക്കും. അമേരിക്കൻ പണത്തിന് പോയതാ. അപ്പൊ ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിച്ചതായതുകൊണ്ട് എന്നെ ആ, എന്താണ് അമേരിക്കയ്ക്ക് അവര് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അമേരിക്കൻ പണം കൊണ്ട് തരും. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ 7 പെൺപിള്ളേരല്ലേ, ഈ പെണ്ണിനെ എല്ലാം കെട്ടിക്കാന് പൈസ കൊണ്ട് തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല 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 വിഷയങ്ങൾ പറഞ്ഞും കൊണ്ട് കത്തോലിക്കരും മറ്റ് നാട്ടുകാരും എല്ലാം ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾ വഴിയെ നടന്നു പോകുമ്പോഴും ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുക, ഞാൻ ഒരിക്കൽ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ തൊട്ട് മുന്നിൽ നിന്നും കൊണ്ട് കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഉപദേശിമാരൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലെ നല്ല ഒന്നാന്തരൻ ഒരു റൗഡിയായിരുന്നു. പുള്ളി കള്ളും കുടിച്ചിട്ട് വന്ന് നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് തുടങ്ങി ചീത്തയുടെ ഒരു വലിയൊരു അങ്ങ് നിലവിളി പോലെ. എന്തുവാണ് എന്നെ മാതാവില്ലാത്തവരെന്നും പെന്തക്കൊസ്തി പോയെന്നും പറഞ്ഞ അതിഭയങ്കരം. ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരെല്ലാം നോക്കി, ആ ചായക്കടകളിലുള്ളവരൊക്കെ ഇറങ്ങി വന്ന് നോക്കി, ഇതാരെയാ പറയുന്നത്, എന്താ ഈ പറയുന്നത്. അത്രയ്ക്ക് ശക്തമായ രീതിയിലാ പ്രതികൂലമായ ഒരു അനുഭവം. അന്നേരം ഒന്നും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, റോമാലേഖനം 6-ാം അധ്യായം വായിച്ചപ്പോൾ സ്നാനപ്പെടണമെന്നുള്ളത്. അപ്പോഴേക്കും ഞാൻ എന്റെ പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം പപ്പ എന്ന് പറഞ്ഞു. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞു, അതിനെന്നാ സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്നാനപ്പെടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താമസം മാറി നമ്മളെ അറിയാത്ത എവിടെയും പോകണമെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, അതൊന്നും വേണ്ട, ഇവിടെ അങ്ങ് നമുക്ക് താമസിച്ചും കൊണ്ട് സ്നാനപ്പെടാം, അതിനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്റ്റൊക്കെ വന്നപ്പോ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വർഷത്തിലെ 1990 കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോൾ ഞാന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന വേറൊരു പാസ്റ്റർ ആയിരുന്നു, ജോർജ് പാസ്റ്റർ എന്ന് പറയുന്ന പാസ്റ്റർ, ഗ്രേസി ചേച്ചി. അവർ രണ്ടുപേരും മഞ്ഞാടിയില താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ ഞാൻ പോയി നിന്നുകൊണ്ട് ഈ കുമ്മനാട് കൺവെൻഷന് അവരെന്നെ കൊണ്ടുപോകുന്ന എന്തിനാ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാ. കുമ്മനാട് കൺവെൻഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ കത്തോലിക്കരെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഉറയ്ക്കുമല്ലോ. അങ്ങനെ എന്നെ കൊണ്ടുപോവുക. 1-ാമത്തെ ദിവസം അവരുമായിട്ട് ഞാൻ കൺവെൻഷന് പോയി വന്നു. 2-ാമത്തെ ദിവസം ഞാൻ പോകാനായിട്ട് ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലാ എന്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഊരണമെന്ന് എനിക്ക് തോന്നി. ഭയങ്കര ഇടിയ ബസ്സിലാ, ഞെരുങ്ങി ഞെരുങ്ങിയാണ് ജനമെല്ലാം നിൽക്കുന്നത്. കുമ്പനാട് കൺവെൻഷന് പോവുക ജനമെല്ലാം. അപ്പോൾ എന്റെ കയ്യില് ഒരു പുതിയ നിയമത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അത് ഈ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഒരു വിശ്വാസി കൊണ്ടുവന്ന് തന്നതാ. അതിനകത്ത് പുതിയ നിയമവും സങ്കീർത്തനവും ഉണ്ട്. ആ സ്നേഹത്തിന്റെ പൂക്കളെന്നോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം എന്റെ കയ്യിലിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കവറിനകത്തേക്ക് ഞാന് പയ്യെ ഇരുന്ന് എന്റെ കാതിൽ നിന്ന് പതിയെ പതിയെ കമ്മലിന്റെ ആണി ഞാൻ പിരിച്ചെടുത്തു. അത് പിരിച്ചെടുത്തിട്ട് ഞാൻ അതിനകത്ത് കോർത്ത് വെച്ച് അത് ഞാന് ബൈ ഈ കവറിൽ വെച്ച് ബൈബിളിന്റെ അടുത്തേക്ക് വെച്ചു. ഈ കാതിലെ അതുപോലെ തന്നെ ഞാൻ ഊരി. ആ കമ്മലിന്റെ ആണി ഞാൻ പയ്യെ ഊരി. നമുക്കറിയാമല്ലോ ഈ കമ്മലിന്റെ ഒക്കെ ആണി ഊരി എടുക്കണ എന്ത് പാടാ. അപ്പൊ ഇത്രയും തിക്കുള്ള ഈ ബസ്സിനകത്തിരുന്ന ഞാൻ എത്ര പാടുപെട്ട് അത് ഊരിയെടുത്തു. എന്റെ കൂടെയുള്ള എന്റെ പാസ്റ്ററിന്റെ വൈഫൊന്നും അതൊന്നും കണ്ടൊന്നുമില്ല, അവരറിഞ്ഞുമില്ല. അത് ഊരി ഈ കവറിൽ വെച്ചിട്ട് ഞാൻ ബസ് എന്ന് കുമ്മനാട് ഇറങ്ങി. ഞാൻ ആ കൺവെൻഷൻ സ്ഥലത്തിലേക്ക് പോയത് ഭയങ്കര സന്തോഷത്തോടാ ഞാൻ പോയത്. അതീവ സന്തോഷമായിരുന്നു എനിക്ക്. എന്തെന്നറിയാത്ത എനിക്ക് ഭയങ്കര സ്വർഗമൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷത്തോടെ ആ കൺവെൻഷന് പോയി. തിരികെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറുണ്ണാൻ ഇരിക്കുമ്പോഴാ പാസ്റ്ററിന്റെ കാതിലെ കമ്മല് കാണുന്നില്ല. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, പാസ്റ്റർ പേടിച്ചു പോയി, ഇനി തിക്കിന്റെ ഇടയിൽ എങ്ങാണോ ഊരിപ്പോയതാണോന്ന്. പാസ്റ്റർ ചോദിച്ചു, ജെസ്സി കമ്മൽ എന്തിയെ? ഞാൻ പറഞ്ഞു, ഞാൻ ഊരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ ഊരിയത്? അതങ്ങ് എടുത്തിട്ടോ, എവിടെയെങ്കിലും കാണാതെ പോയാ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ആ കമ്മല് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇനി അത് ഇടത്തില്ലെന്ന് പറഞ്ഞു.
പിന്നെ ഇന്ന് വരെ ആ കമ്മല് ഞാൻ ഇട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ എന്റെ ജീവിതത്തിലാ ഞാൻ ആ ബസ്സിനകത്തിരുന്നു കൊണ്ടാ എന്റെ കമ്മൽ ഊരിയത്. അതുപോലെ ഞാൻ ടൈപ്പ് ഷർട്ടാനും പഠിക്കാൻ പോയായിരുന്നു. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറും ടീച്ചറും കത്തോലിക്കയിലെ ഭയങ്കര ധ്യാനത്തിന് പോകുന്ന ലീഡർമാരായിരുന്നു അവര്. അവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംസാരമാ. ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന അത്രയും കുട്ടികളുടെ മുൻപാകെ അവരെന്നെ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ ഞാന് സാറും ഒന്ന് രണ്ട് വാക്കേ പറയത്തുള്ളൂ. ടീച്ചർ അങ്ങനല്ല. ടീച്ചർ ഒത്തിരി വർത്താനം പറഞ്ഞ് എന്നെ കളിയാക്കും. ഞാന് എനിക്ക് അറിയാവുന്ന സുവിശേഷമൊക്കെ അന്നേരം അവരോട് പറയും. അറിയത്തില്ലല്ലോ ഒന്നും പറയാൻ. അറിയാവുന്നതുപോലൊക്കെ പറയും. പിന്നെ കർത്താവ് നാവി തരും ഇവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോ. അതൊക്കെ പറയും. അങ്ങനെ ടീച്ചറിന്റെ എനിക്ക് അവിടെ ടൈപ്പ് ഷോട്ടാനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് ഞാൻ ചുമ്മാ ഒരു മുത്തുമാലയാ ഇട്ടിരുന്നത്. ആ മാല ഈ ആ, ഉം, ഈ മിഷനെ കൊണ്ട് മിഷന്റെ ആ കട്ടയെ കൊണ്ട് എന്ത് ചെയ്തു, അതങ്ങ് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയപ്പോ ഞാൻ പറഞ്ഞു, ഇത് നിന്റെയും അവസാനമാ, ഇനി മേലാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, മാല ഇടുകയല്ല എന്ന് പറഞ്ഞ അവിടം കൊണ്ട് ഞാൻ മാലയും ഉപേക്ഷിച്ചു. പിന്നീട് ഇന്ന് വരെ കമ്മലും മാലയും എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ 35 വർഷമായി ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതിനുശേഷമാണ് ഞാൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. തങ്കച്ചൻ പാസ്റ്റർ സ്നാനത്തിന്റെ ക്ലാസ് ഒക്കെ എടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ആരാധനയ്ക്ക് പോയി, ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉപവസിച്ച 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ച് ഉപവസിച്ച് സ്നാനപ്പെടാനായിട്ട് ഞാൻ കടന്നു പോവുക. പോകുന്ന സമയത്ത് എന്റെ അമ്മ ഈ പ്രാർത്ഥനയോടൊക്കെ എതിരായിരുന്നു. അമ്മയ്ക്ക് കത്തോലിക്ക പാരമ്പര്യം വിടാൻ താല്പര്യമില്ലായിരുന്നു. പപ്പായും ഞങ്ങളുമാണ് പ്രാർത്ഥനയ്ക്കൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അമ്മ പ്രാർത്ഥനയ്ക്ക് ഞാൻ സ്നാനപ്പെടുന്നതിന് തടസ്സമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്, അമ്മ വന്നാൽ കാണാം, ഞായറാഴ്ച എന്റെ സ്നാനമുണ്ട്, അമ്മ വരണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മ വരികയല്ല എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല, എന്റെ സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പോയി. ഞാൻ ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയതാ. അവിടെ ചെന്നിരുന്ന് ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചത് ഒരു വിഷയമേ ഉള്ളൂ, എന്റെ അമ്മ എന്റെ സ്നാനത്തിന് വരണമെന്ന്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. സ്നാനത്തിന് ഞായറാഴ്ച രാവിലെ ഡ്രമ്മൊക്കെ അടിച്ച് എല്ലാരും പാട്ടുപാടി പോവുകയാണ്. വളരെ ദൂരെ യാത്ര ചെയ്താണ് സ്നാനക്കടവിലേക്ക് പോകുന്നത്. എന്നെ സ്നാനപ്പെടുത്തിയത് ചെറിയാൻ മല്ലപ്പള്ളിയില എന്ന് പറഞ്ഞ ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, ഞങ്ങൾ കുഞ്ഞാപ്പിച്ചാൻ എന്ന് വിളിക്കുന്ന ദേവിദാസനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. സ്നാനപ്പെടാനായിട്ട് അവിടേക്ക് എന്നപ്പോൾ ഞാൻ ദൂരവേ കാണുന്നു വലിയൊരു കൂട്ടം ആ ഞങ്ങൾ സ്നാനപ്പെടുന്ന ആ തോടിന്റെ കരയ്ക്ക് നിൽപ്പുണ്ട്. എന്നാൽ എന്റെ ദൃഷ്ടി മുഴുവൻ അവിടെങ്ങാനും എന്റെ അമ്മയുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ആ പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ എന്റെ സ്നേഹിതരെല്ലാം അവിടെ ഉണ്ട്. ഞാൻ വിളിച്ച ഞങ്ങളുടെ അയൽപക്കക്കാരെല്ലാരും അവിടെയുണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ എല്ലാം നടുവിൽ നോക്കുന്ന എന്റെ അമ്മേനെ നോക്കിയപ്പോൾ എന്റെ അമ്മ അതിന്റെ നടുവിൽ നിൽപ്പുണ്ട്. എന്റെ കൊച്ചാങ്ങളെയും എടുത്തുകൊണ്ട് നിൽക്കുക. വളരെ സന്തോഷമുണ്ടായി. ആ സ്നാനം കഴിഞ്ഞ എല്ലാരും അമ്മയോട് പറഞ്ഞു, അമ്മാമ്മ ഇന്ന് ആരാധനയ്ക്ക് വരാൻ പറഞ്ഞു. അമ്മേ ആരാധനയ്ക്കായി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചർച്ചിലേക്ക് അമ്മ ആദ്യമായിട്ട് വരികയാണ്. അന്ന് അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചു. ആ ആരാധന കഴിഞ്ഞ അമ്മ എന്ന കുഞ്ഞാപ്പിച്ചാനോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് സ്നാനപ്പെട്ട ഗ്രേസിമോടെ അമ്മയാ ഞാനെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ വേറെ വലിയവരൊക്കെ 5 പേരുണ്ടായിരുന്നു സ്നാനപ്പെടാൻ, ഞാൻ മാത്രമേ കൊച്ചതായിട്ടുള്ളായിരുന്നു. ആ അപ്പോ അമ്മ പറഞ്ഞു ഗ്രേസിമോടെ അമ്മയാന്ന് പറഞ്ഞു. അണ്ണേ ആ അപ്പച്ചന് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കിന് പറഞ്ഞു, എന്റെ കാൽ രണ്ടും കാണിച്ചിട്ട് പറഞ്ഞു, ഈ കാൽ രണ്ടും ചൊറിഞ്ഞു പൊട്ടുന്നതാ, ഇതിന് ഒരുപാട് മരുന്ന് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പള്ളികളിൽ നേർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഒത്തിരി മല മലയാറ്റൂർ മല വരെ ചവിട്ടി കയറിയതാണ്, എല്ലായിടത്തും നേർച്ച കൊടുത്തതാ. പക്ഷെ എന്റെ ഈ കാലിലെ ഈ ചൊറിഞ്ഞു പൊട്ടുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല പാസ്റ്റേ എന്ന് പറഞ്ഞു. പാസ്റ്റർ അപ്പച്ചൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു, അമ്മയുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. എന്റെ അമ്മയ്ക്ക് അത് അത്ഭുത സൗഖ്യമായി. ഹല്ലേലൂയ. പിന്നൊരിക്കലും അമ്മ 2022 മരിച്ചു. മരിക്കുന്നത് വരെയും പിന്നെ ആ കാൽ ചൊറിഞ്ഞു പൊട്ടിയിട്ടില്ല. കർത്താവ് അത്ഭുത വിടുതൽ തന്നു.
അത് മാത്രമല്ല, എന്റെ അമ്മ അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിച്ചു. അമ്മ പിന്നെ മരുന്നെടുത്തിട്ടില്ലായിരുന്നു. അമ്മ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് സൗഖ്യം കൊടുക്കുമായിരുന്നു. ആർക്കെല്ലാം വേണ്ടി എല്ലാരും വിളിക്കും, അമ്മാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അമ്മാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി പോയി പ്രാർത്ഥിക്കും. എല്ലാവരുടെയും വീട്ടിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എന്റെ അമ്മയ്ക്ക് കർത്താവ് അത്ഭുത രോഗശാന്തി കൊടുക്കുവാനിടയായി. അതിനുശേഷം ഞാന് സ്നാനപ്പെട്ടതിന് ശേഷം എന്റെ പപ്പായും എന്റെ അമ്മയും സ്നാനപ്പെടുവാൻ കർത്താവ് അവസരം ഒരുക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കല ഞങ്ങളുടെ കിളിമലയിൽ പാസ്റ്റർ പി കെ തങ്കച്ചൻ പാസ്റ്ററിന്റെ ആരാധനയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറെ പാസ്റ്റർമാരും കുറെ വിശ്വാസികളും നിൽക്കുന്നു. എനിക്ക് അറിയത്തില്ല ഇത് ആരൊക്കെയാണ്, എവിടെ നിന്ന് വന്നവരാണ്, ഒന്നും അറിയില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അക്കരെ ഇടിഞ്ഞലവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരും, അവിടെ ചച്ചോകോട് എന്ന് പറഞ്ഞ സഭയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കേട്ടു, ഇവിടെ ഒരു ഫാമിലി കത്തോലിക്ക ഫാമിലി വിശ്വാസത്തിലേക്ക് വന്നെന്നാ, നിങ്ങളെ കാണാൻ ഞങ്ങൾ വന്നതാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ വന്നൊന്ന് സാക്ഷ്യം പറയാമോ എന്ന് ചോദിച്ചു. സാക്ഷ്യം പറയാമോ എന്ന്. അപ്പോൾ ഞാന് ഞങ്ങളുടെ സഭയിൽ ചെന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. സഭയിൽ ചെന്ന് ഞാന് ചോദിച്ചു, പാസ്റ്റർ ഞാൻ ഇതുപോലെ ഇങ്ങനെ വന്ന് പറഞ്ഞു, സാക്ഷ്യം പറയാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന്. ആ പാസ്റ്റർ പറഞ്ഞു, എന്നാ പോയി സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി ആരാധനയെല്ലാം കൂടി സാക്ഷിയെല്ലാം പറഞ്ഞു. അവിടുത്തെ ആരാധന കൂടി കഴിഞ്ഞപ്പം പിന്നെയും എനിക്ക് വലിയൊരു മാനസികമായി വലിയൊരു എന്തോ സന്തോഷം, വലിയൊരു മാറ്റം എനിക്ക് പിന്നെയും തോന്നും അവിടുത്തെ ആരാധനയില്ല. ഞാൻ വന്ന് ഞങ്ങളുടെ പാസ്റ്ററോട് പറയാ, പാസ്റ്ററെ എനിക്ക് അവിടുത്തെ ആരാധനയിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു, ഞാൻ അവിടെ അങ്ങ് പൊക്കോട്ടെ എന്ന്. ഇന്നാണെങ്കിൽ ഞാൻ ഇന്നൊരു സഭാ ശുശ്രൂഷകന്റെ ഭാര്യയാണ്. എന്റെ ഒരു വിശ്വാസി വന്ന് അങ്ങനെ ചോദിച്ചാൽ ഉണ്ടാകുന്ന വേദന എനിക്കറിയാം. അന്ന് എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. അവർക്ക് എന്ത് വേദനയുണ്ടെന്നോ, അവർക്ക് ഭാരം ഉണ്ടോന്നോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടോന്നോ, ഇതൊന്നും എനിക്ക് അന്ന് അറിയത്തില്ല. ഞാൻ ചെന്ന് അവരോടങ്ങ് ചോദിച്ചു, ഞാൻ അവിടെ പൊക്കോട്ടെ എന്ന്, ഞാൻ ആ സഭയിൽ അങ്ങ് പൊക്കോട്ടെ എന്ന്, ഇവിടുന്ന് അങ്ങ് പൊക്കോട്ടെ എന്ന്. എത്ര നിസ്സാരമായിട്ടാ ഞാൻ അന്ന് ചോദിച്ചത്. പാസ്റ്റർ ഞങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റർ ആയതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, മോളെ നീ പൊക്കോളാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യാൻ പറഞ്ഞു. ഞാന് അവിടേക്ക് മെമ്പർഷിപ്പായി അവിടേക്ക് അങ്ങ് പോയി. പിന്നെ ചർച്ചോകോടില്ല ഞങ്ങളുടെ വളർച്ചകളെല്ലാം പിന്നീട് നടക്കുന്നത്. ഞാൻ മാത്രമേ IPCയിൽ സ്നാനപ്പെട്ടുള്ളൂ. പിന്നെ ബാക്കി എല്ലാരും സ്നാനപ്പെടുന്നത് ചർച്ചകൂടില്ല. പിന്നത്തെ സ്നാനങ്ങളെല്ലാം നടത്തിയത് എന്റെ പപ്പ സ്നാനപ്പെടുന്നു, എന്റെ അമ്മ സ്നാനപ്പെടുന്നു. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതികൂലമായി നിന്ന ഒരാളാണ് എന്റെ അമ്മയുടെ ആങ്ങള അമ്മാച്ചൻ. അമ്മാച്ചൻ എന്നോട് ഒരു വർഷം മിണ്ടാതിരുന്നു, പെന്തക്കൊസ്തി പോയെന്നും പറഞ്ഞ്. അമ്മാച്ചന് വേണ്ടിയൊക്കെ ശക്തമായി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ വീട്ടിൽ പോയിരുന്ന രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഒരു വാക്യമേ അറിയത്തുള്ളായിരുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഉണ്ടല്ലോ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്ന്. ഒറ്റ വാക്യം അറിയത്തുള്ളായിരുന്നു. ആ വാക്യം മനസ്സിൽ വെച്ചോണ്ട് അവിടെ പോവും. അവിടെ പോയിട്ട് രാത്രി സന്ധ്യയ്ക്ക് അവരുടെ ജപമാലയെല്ലാം ചൊല്ലി അത്താഴം എല്ലാം കഴിഞ്ഞ് കിടന്നു കഴിയുമ്പോൾ രാത്രിക്ക് ഞാൻ പയ്യെ എഴുന്നേറ്റിരുന്ന അവര് കേൾക്കാതിരുന്ന ആ വീടിനു വേണ്ടി അവകാശമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പലവട്ടം ഞാൻ ആ വീട്ടിൽ പോകുമായിരുന്നു, രാത്രിയിൽ കിടക്കാനെന്നും പറഞ്ഞ. എന്തിനാണ്? പ്രാർത്ഥിക്കുവാനായി. അങ്ങനെ പോയി പ്രാർത്ഥിച്ച് എന്തായാലും കർത്താവ് ആ കുടുംബത്തെയും സന്ദർശിച്ചു. എന്റെ അമ്മാച്ചനൊരു രോഗം വന്നു. അങ്ങനെ അമ്മായി പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ക്ലീനിങ് സെക്ഷനിൽ ജോലി ചെയ്യുന്നതാ. അമ്മായിയുടെ ഒരു കൂട്ടുകാരി ഒരു പാസ്റ്ററെ കൊണ്ടുവന്നു. അങ്ങനെ അവരും വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലിയായി വിശ്വാസത്തിലാ. അതിനുശേഷം ഞങ്ങൾ ശക്തമായി ആരാധിക്കുവാൻ ഞങ്ങൾ ഇടിഞ്ഞലം ചച്ചകോടിലാ പോകുന്നത്. അപ്പോൾ ഞങ്ങള് എന്റെ പപ്പായും അമ്മയും ഞങ്ങൾ 10 മക്കളാണ് അന്നുള്ളത്. ഇടിഞ്ഞലം ചച്ചകോടി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ 11ാമത്തെ അനുജത്തിയാണ് അവളുണ്ടാകുന്നത്. ആ ചർച്ചിൽ ചെന്നതിന് ശേഷമാ. അപ്പം ഇത്രയും മക്കളുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ആ രംഗം നിങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാരും 2 വയസ്സിന് എന്റെ ചേച്ചി ഞാനുമായിട്ട് 3 വയസ്സിനുള്ളത്.
അതിന്റെ ഇളയതും 3 വയസ്സ്, ബാക്കി എല്ലാരും 2 വയസ്സ് 2 വയസ്സിന് ഇളയതാ. ഇങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് ഇടിഞ്ഞലത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. കടകളിൽ നിന്ന് പപ്പ, മിഠായികള്, ഐസ്ക്രീമുകള്, ഓരോരുത്തർ ഓരോന്നാ ചോദിക്കുന്നത്. എല്ലാരും കൊച്ചു കൊച്ചു പിള്ളേരല്ലേ, കുഞ്ഞു കുഞ്ഞു പിള്ളേരാ. ഓരോരുത്തര് ചോദിക്കുന്നത് പപ്പ മേടിച്ചു കൊടുക്കുന്നു. അത് തന്നെയുമല്ല, ഞങ്ങളുടെ അയൽപക്കത്തുള്ള പിള്ളേരെ എല്ലാം കൂട്ടും ഞങ്ങള്. ആരൊക്കെ വരുന്നെന്ന് പറയുന്നു അവരെ എല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാ പപ്പ ഇങ്ങനെ ഓരോന്ന് മേടിച്ചു കൊടുക്കുന്നത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സന്തോഷമായി ഇടിഞ്ഞലത്ത് പോകുന്നു, ആരാധന കൂടുന്നു, വരുന്നു. എന്നാൽ ഞങ്ങൾ ഈ പോകുന്ന വഴി വയലുണ്ട് കുറെ സ്ഥലത്ത്. അവിടെ വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടം ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിലേ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം വഴിയൊക്കെ കറങ്ങിയൊക്കെ പോകും. എന്നാൽ ഒരിക്കൽ ഞങ്ങൾ അവിടെ വള്ളത്തിൽ പോകുമ്പോൾ വള്ളം മുങ്ങി എല്ലാരും കൂടെ വെള്ളത്തിൽ പോയായിരുന്നു. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ ന്യൂ ഇയറിന് പോകുമ്പോൾ തടിപ്പാലം ഉണ്ടായിരുന്നു. ആ തടിപ്പാലം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം തടി ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ആരോ, ഞങ്ങൾ ഇത്രയും പേര് ഇങ്ങോട്ട് വരാനുള്ളതല്ലേ, ആരോ കള്ളുകുടിയന്മാരോ വല്ലും ന്യൂ ഇയർ അല്ലേ രാത്രി, തടി അങ്ങ് വലിച്ച് വെള്ളത്തിൽ കളഞ്ഞു. ഞങ്ങൾ അത്രയും പേരും ആ രാത്രി തിരിച്ചു വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടി. പിന്നെ ആ രാത്രിയിൽ എൻ്റെ ഒരു ആങ്ങള വെള്ളത്തിൽ ഇറങ്ങി അക്കരെ ചെന്ന് അവിടെ ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു. ആ വള്ളം എടുത്ത് നീന്തി പോയി ആ വള്ളം എടുത്ത് ഇക്കരെ കൊണ്ടുവന്ന് ഞങ്ങളെ എല്ലാവരെയും കുറേശ്ശെ പേരെ അക്കരെ കടത്തി ഞങ്ങൾ പോരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഇടിഞ്ഞലത്തെ ആരാധനയ്ക്കുള്ള പോക്കൊക്കെ എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെ പപ്പ എല്ലാരും നിർബന്ധിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഒരു കുഞ്ഞിനെ പോലും ഒഴിവാക്കത്തില്ലായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ആരേലും എന്തേലും ഒക്കെ പറഞ്ഞ് ഓരോരുത്തരെ പിന്തിരിപ്പിക്കുമായിരുന്നു. പോകല് പോകല് പെന്തക്കോസ്തി പോകല്ല, ആരാധനയ്ക്ക് പോകല്ല, ഇവിടെ പള്ളിയിലേ വരാവുള്ളൂ, പെരുന്നാളിന് വരണം, മാല ഇടണം, കമ്മലിടണം, പൊട്ടുകുത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ കൊച്ചനിയത്തിമാരെയൊക്കെ ഓരോരുത്തരും തിരിപ്പിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ നേരെ ഇളയ അനിയത്തി, അവക്ക് അടുത്തുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തു, ഇനി പെന്തക്കോസ്തി പോയാ നിനക്ക് ഒരിക്കലും സ്വർണ്ണക്കമ്മൽ ഇടാൻ പറ്റത്തില്ലെന്ന്. അത് കേട്ടോണ്ട് അവള് തന്നെത്താനെ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന നാരകത്തിന്റെ മുള്ളെടുത്ത് അവള് തന്നെ കാതുകുത്തി എന്തോ ഒരു മുത്ത് ഏതാണ്ട് കാതിൽ ഇട്ടായിരുന്നു. അത് പിന്നെ പപ്പായൊന്നും പ്രോത്സാഹിപ്പിക്കാഞ്ഞുകൊണ്ട് അതങ്ങ് തന്നെ അടഞ്ഞു പോയി. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങള് ആ കത്തോലിക്ക ബെൽറ്റിന്റെ നടുവില ഞങ്ങളൊരു ഫാമിലി ഇങ്ങനെ വളർന്നു വന്നു, കൃപയിൽ വളർന്നു വന്നു. ഞാൻ അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുവാനായി ഉദയഗിരി ഹോസ്പിറ്റലില്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പാലാക്കുന്ന് ഹോസ്പിറ്റലില്, അവിടെയൊക്കെ കടന്നുപോയി ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. നഴ്സിംഗ് പഠിച്ചതല്ലേ, പ്രാക്ടീസ് ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് കർത്താവിന്റെ വിളി ഉണ്ടാകുന്നത്, കർത്താവിന്റെ വേലിക്ക് വേണ്ടി പോകണമെന്നുള്ള വിളി. അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുമ്പോഴുണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടി സമയത്തൊക്കെ ഞാൻ എല്ലാവരോടും, കൂടെയുള്ള ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടും എല്ലാവരോടും സുവിശേഷം പറയും. പേഷ്യന്റിനെ ഒക്കെ അരികെ ചെല്ലുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രത്യേക എന്താണ്, ബസ്സിലൊക്കെ കയറിയ എല്ലാവർക്കും ട്രാക്ട് കൊടുക്കുക, കണ്ടക്ടറോടും യാത്രക്കാരോടും എല്ലാവരോടും. അങ്ങനെ ഞാൻ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല, എല്ലാവരോടും സുവിശേഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നടക്കുന്ന വഴി, പോകുന്ന വഴി, വരുന്ന വഴി എല്ലാം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല, ഗോസ്പൽ ഫോർ ഏഷ്യയില് എല്ലാ വെള്ളിയാഴ്ചയും നൈറ്റ് പ്രെയർ ഉണ്ട്. ഞങ്ങൾ ആ നൈറ്റ് പ്രെയറിന് പോകും. നൈറ്റ് പ്രെയറിന് പോയിട്ട് അവിടുന്ന് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ആത്മയാത്രയുടെ പുസ്തകങ്ങളും ട്രാക്റ്റുകളും ഒക്കെ തരും. അതെല്ലാം ഞങ്ങൾ കെട്ടുകണക്കിന് മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇതെല്ലാം കൊണ്ടു നടന്ന് കൊടുക്കാൻ, ഇഷ്ടം പോലെ കൊടുക്കാവല്ലോ, അതെല്ലാം കൊണ്ടു നടന്ന് കൊടുക്കുകയും സുവിശേഷം പറയുകയും ചെയ്യും. അതുപോലെ പുഷ്പരി ആശുപത്രി, അന്ന് മെഡിക്കൽ കോളേജ് ഒന്നും അല്ല, പുഷ്പരി ആശുപത്രി ചെറിയ ആശുപത്രിയാ. ഇഷ്ടം പോലെ മൃഗങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ ആ ആശുപത്രിയുടെ ബാക്ക് വശത്താണ് എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ വീട്. ഞങ്ങൾ അവിടെ പോകുമ്പം ഞങ്ങൾ കളിക്കാൻ വരുന്നത് ഈ ഹോസ്പിറ്റലിലാണ് വരുന്നത്, കളിക്കാനായിട്ടാ. ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ പിള്ളേരെല്ലാം ഓടി നടന്ന് കളിക്കുകയും അതുങ്ങളെ എല്ലാം കാണുകയെല്ലാം ചെയ്യുമായിരുന്നു. ആ ഒരു പരിചയം ഈ ഹോസ്പിറ്റലുമായിട്ട് എനിക്കുള്ളത് കൊണ്ടാ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് കിട്ടുന്ന ട്രാക്റ്റുകളെല്ലാമായിട്ട് ഞാൻ തനിയെ ഈ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി.
തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രത്യേകം ഞാൻ സർജിക്കൽ വാർഡ്, ജി വാർഡന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല, മരണം വരെ മറക്കുകയില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ 6 മാസമായും 1 വർഷമായും 1.5 വർഷമായും ഏതെല്ലാം വിധത്തിൽ കമ്പി തുളച്ച് കയറ്റി ഇട്ടിരിക്കുന്നവരും അങ്ങനെ ബെൽറ്റ് ഇട്ട് കിടക്കുന്നവരും അങ്ങനെ പല വിധത്തിലുള്ള രോഗികളെ കണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അവരോടൊക്കെ സുവിശേഷം പറഞ്ഞ് തന്നെയാണേ പോകുന്നത്, ആരും കൂടൊന്നുമില്ല. അങ്ങനെ ഒത്തിരി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്ക് കർത്താവിന്റെ വിളി ഉണ്ടാകുന്നത് ബൈബിൾ കോളേജിലേക്ക് പോകുവാനായിട്ട്. അപ്പൊ ഞാൻ ഈ നഴ്സിംഗ് എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ വിളി ശക്തമായിട്ട് എനിക്കുണ്ടായി. ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ സുവിശേഷ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദാസൻ ഒരു ദൂത് പറയുക, ഈ നിന്നെ വിളിച്ചിരിക്കുന്നത് നഴ്സിംഗ് ജോലി ചെയ്യാനല്ല, നിന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ വേല ചെയ്യാനാണെന്ന് പറഞ്ഞ ആ ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ കൈയുടെ ഈ ഭാഗത്ത് ചെറിയൊരു എന്തോ ഒരു തടിപ്പ് പോലെ വന്നിട്ട് അത് അവസാനം 2 ദിവസം കൊണ്ട് ഇങ്ങനെ വീർത്ത അതിങ്ങനെ പഴുത്ത ഭയങ്കര ഒരു അസ്വസ്ഥതയായി. ഞങ്ങളുടെ 4 കോടി സെൻട്രൽ താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിങ്ങനെ അത് കട്ട് ചെയ്ത അതിനകത്ത് ഇങ്ങനെ തിരിയൊക്കെ കയറ്റി വെച്ച് ഭയങ്കര ഒരു വേദനിക്കുന്ന അനുഭവത്തിൽ ഞാൻ ഇരിക്കുക. രാത്രിയൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളുടെ അടുത്ത ചർച്ചിലെ പ്രാർത്ഥനയ്ക്ക് ഞാനും അമ്മയും പോകുന്നത്. കാരണം ആ ഇടിഞ്ഞല 4 കോടി ആ പെരുന്തുരുത്തി ആ ഭാഗങ്ങളിലുള്ള ഏത് പെന്തക്കോസുകാരും എല്ലാവരും ഞങ്ങളെ അറിയും. എവിടെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലും എല്ലാരും ഞങ്ങളുടെ വീട്ടിൽ അറിയിക്കും, ഇന്നടുത്ത് പ്രാർത്ഥനയുണ്ട്, അമ്മാമ്മയും അച്ചായനും പിള്ളേരും വരണേന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഈ കത്തോലിക്കയിൽ വന്നതുകൊണ്ട് പെന്തക്കോസുകാരെല്ലാം ഞങ്ങൾക്കൊരു താങ്ങായിരുന്നു. അവരെല്ലാം ഇങ്ങനെ വന്ന് വിളിക്കും, പ്രാർത്ഥനയ്ക്ക് വരണേന്ന്. അങ്ങനെ ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകും, എല്ലായിടത്തും പോകും പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് എന്നപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ എന്നോട് ദൂത് പറഞ്ഞു, കർത്താവിന്റെ ആ അപ്പം എടുത്ത വാഴ്ത്തി നുറുക്കി അനേകർക്ക് കൊടുക്കുകയാ. അപ്പൊ ഈ അപ്പം എടുത്ത് ഇങ്ങനെ നുറുക്കുമ്പോൾ അതിന് വേദനയുണ്ട്. അപ്പം പറയാ, എനിക്ക് നുറുങ്ങണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ നുറുക്കിയാലേ അനേകായിരങ്ങളുടെ കരങ്ങളിൽ നീ ചെല്ലത്തുള്ളെന്ന് പറഞ്ഞു. ആ ദൂത് എന്നെ വല്ലാതെ ഉലച്ചു. ഹല്ലേലൂയ. ഞാൻ ആ ദൂത് കേട്ടിട്ട് എന്റെ കർത്താവിന്റെ സന്നിധി ലേങ്ങലടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വേല ചെയ്യാൻ ഞാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റി ഉണ്ട്. ആന്റി ആദ്യമേ ചാടി എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോ പറയുക, ഇന്നലെ രാത്രി ഞാനൊരു ദർശനം കണ്ടു, ഞാന് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് കട്ടിലിലോട്ട് കിടന്നു, എനിക്ക് ഉറക്കം വന്നില്ല, പക്ഷെ എന്റെ കണ്ണടഞ്ഞു, മയങ്ങി. ആ മയക്കത്തിൽ ഞാൻ ഇങ്ങനെ കാണുകയാ, ഗ്രേസിയുടെ ഭവനമാ കണ്ടിട്ട് കർത്താവ് എന്നോട് പറയാ, അവളെ എന്റെ വേലയ്ക്കായി വിടുവിൻ, അല്ലെങ്കിൽ ആ കുടുംബം വലിയ ശോധനയിലൂടെ പോകുമെന്ന. ആ ദൂത് കേട്ടപ്പോൾ ഞാൻ പിന്നെയും കരയാൻ തുടങ്ങി. ഇതെന്തുവാ, കർത്താവ് എന്നെ ശക്തമായി വിളിക്കുകയാ വേലയ്ക്ക് വേണ്ടി. അതിന് സങ്കീർത്തനത്തിലൂടെ അന്ന് ഞങ്ങളുടെ പാസ്റ്റർ KC വർഗീസ്, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു, പാക്കിലുണ്ടായിരുന്ന പാസ്റ്റർ ദൂത് പറയുകയാണ്, ഒരു കാട്ടുകോഴിയെ പോലെ ദാവീദിനെ ഇട്ട് ശൗൽ ഓടിക്കുന്ന ആ കഥകളെല്ലാം പറഞ്ഞിട്ട് ആ സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞിട്ട് പാസ്റ്റർ എന്നോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ? മനസ്സുണ്ടെങ്കിൽ നീ മുന്നോട്ട് വരാൻ പറഞ്ഞു. അന്ന് ഞാന് മുന്നോട്ട് ചെന്നു, എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, സഭയെല്ലാം ഒന്നടങ്കം ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാന് കഴഞ്ഞും കൊണ്ട് അവിടെ നിന്നു. പാസ്റ്ററിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവളെ ഒരു പർസസിനെ പോലെ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നവളായി ഇവളെ വാർതിരിക്കണമേ എന്ന് പറഞ്ഞ സഭ എന്നെ വാർതിരിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ വാർതിരിച്ചു. ആ സമയത്ത് തന്നെ എനിക്ക്
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനായി ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ആ, ഇന്ന് കർത്താവിൽ ശ്രേഷ്ഠനായി അറിയപ്പെടുന്ന കർത്താവിന്റെ വലിയ ഭൃത്യനായിരിക്കുന്ന ആ, രഞ്ജു പൂവക്കാല പാസ്റ്റർ അന്ന് ബാങ്ക് ജോലി വിട്ടിട്ട് സുശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്ന സമയമാ തന്റെ ആ പൂവക്കാല ഭവനാങ്കണത്തിൽ 21 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയില് എന്റെ ചേച്ചി കടന്നുപോയി അഭിഷേകം പ്രാപിച്ചു, എന്റെ അനുജത്തിമാര് കടന്നുപോയി അഭിഷേകം പ്രാപിച്ചു, എന്റെ ആങ്ങളെയും കടന്നുപോയി അഭിഷേകം പ്രാപിച്ചു. ഇതെല്ലാം കേട്ട് സന്ധ്യക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ചെല്ലുമ്പോഴത്തേക്കിന് ഇവരെല്ലാം അന്യഭാഷയിൽ ആരാധിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കർത്താവ്, എനിക്ക് മാത്രം എന്നെ അഭിഷേകം കിട്ടാത്തത്, ഞാനും പോവുകയെന്ന് പറഞ്ഞ ഞാനും ആ പൂവക്കാല ആ ഭവനാങ്കണത്തിലേക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവാ. അപ്പോൾ ലാസ്റ്റ് 3 ദിവസം കൂടെ ഉള്ളൂ, അതുകൂടെ ആ പ്രാർത്ഥന അവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആ ലാസ്റ്റ് 3 ദിവസം അവിടെ ചെന്നിരുന്ന് ഉപവസിക്കാനായിട്ട് ചെല്ലുമ്പോൾ റബ്ബർ തോട്ടത്തിൽ വലിയൊരു ബാനർ, അതിഭയങ്കരനായ ഒരു വലിയൊരു ബാനർ വലിച്ചു കെട്ടി വെച്ചിരിക്കുക. വിശ്വസിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നിട്ട് വലിയൊരു ക്വസ്റ്റ്യൻ. അന്ന് ആ ബാനർ വായിച്ചിട്ട് അവിടെ നിന്നങ്ങ് കരഞ്ഞു. പിന്നെ വേണം മുന്നോട്ട് പോകാൻ. അവിടെ നിന്നങ്ങ് കരഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചു വിശ്വസിച്ചു, ഇനി എങ്ങനെ വിശ്വസിക്കണം കർത്താവ്, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് അഭിഷേകം വേണം. അങ്ങനെ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ 21 ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ 3 ദിവസം ഞാൻ ഇരിക്കുക. 3 ദിവസം ഇരുന്നിട്ടും ഉണ്ടല്ലോ എനിക്ക് അഭിഷേകം കിട്ടുന്നില്ല. ആ ഉപവാസ പ്രാർത്ഥന തീരാൻ പോകുന്നു. ലാസ്റ്റ് 21ാമത്തെ ദിവസം രാത്രിയില് ലാസ്റ്റ് പാസ്റ്റർ പറയുന്നു, ഇനി ഒരു പാട്ടുപാടി ആശീർവാദം പറഞ്ഞ് നമ്മൾ പിരിയുകയാണെന്ന് പറയുന്നു. അപ്പൊ കൂടെ ഞാൻ പറയുന്നു, കർത്താവേ എനിക്ക് ഇതുവരെ അഭിഷേകം കിട്ടിയില്ല, ഞാൻ ഇവിടെ വന്നത് വെറുതെയായോ, എനിക്ക് ഈ പാട്ടോടുകൂടെ അഭിഷേകം തരണേ 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 എന്ന് പറഞ്ഞു ഞാനിങ്ങനെ യേശുവിന്റെ രക്തം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു നിക്കുക, കണ്ണടച്ച് നിക്കുക. എല്ലാരും പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ എന്റെ തോളിൽ ഇങ്ങനെ ശക്തമായി അമർത്തുന്നു, എന്നെ താഴേക്ക് അമർത്തുകയാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും അതിശക്തമായി ഞാൻ ചാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്റെ തോളിൽ ആരോ സ്പർശിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സുബോധം വന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു എന്താണ്. അപ്പോൾ എന്റെ ചെവി കൊണ്ട് കേട്ടു, എന്റെ വായിൽ കൂടി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ശക്തമായി ഞാൻ അങ്ങ് ആരാധിച്ചു. ആരാധിച്ച് ഞാൻ അങ്ങ് ചെന്നു. ഫ്രണ്ടിൽ ചെന്നപ്പോൾ കർത്തൃദാസന്മാർ എന്റെ തലയിൽ കൈവച്ചു. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ രണ്ടാമത് കേൾക്കുന്നത്. കർത്താവേ, ഈ നിന്റെ മകളെ അങ്ങയുടെ വേലയ്ക്കായി വേർതിരിക്കുന്നു. കർത്താവിന്റെ ശബ്ദം ഞാൻ ശക്തമായി അന്ന് കേട്ടു. കർത്തൃദാസന്മാർ, ശ്രേഷ്ഠ വലിയ ദൈവദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകളൊക്കെ അന്ന് അവിടെയുണ്ട്. അവരാണ് എന്റെ തലയിൽ കൈവച്ച് അന്ന് പ്രാർത്ഥിച്ചത്. ഈ മകളെ അങ്ങയുടെ വേലയ്ക്കായി വേർതിരിക്കുന്നു. ഞാൻ അത് കേട്ട ആമേൻ, അന്ന് എന്റെ ആ കരച്ചിലെല്ലാം മാറി. പിന്നീട് പിറ്റേന്ന് എന്റെ സഭയിൽ പോലും ഞാൻ പോയില്ല. ആഞ്ഞിലിത്താനത്ത് ചർച്ചില്ല ഞാൻ ആരാധന കൂടിയത്. ആരാധന കൂടി അവിടെ വെച്ച് ഈ അഭിഷേകം എന്റെ മേൽ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ കമന്ന് വീണു. ഞാൻ ചാടി എഴുന്നേക്കും, പിന്നെയും വീഴും, പിന്നെയും ചാടി എണീക്കും. അങ്ങനെ അഭിഷേകത്തിന്റെ വലിയ ശക്തി എന്നിലേക്ക് വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചച്ചകോടിന്റെ കൺവെൻഷൻ സ്റ്റേഡിയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട് നിരയില്ല ഞങ്ങളുടെ ഫാമിലി നിൽക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഫോട്ടോഗ്രാഫർമാർ വീഡിയോഗ്രാഫർമാർ വീഡിയോയുമായിട്ട് വരുന്നത് ഞങ്ങൾ കാണും. കാരണം എന്നാ, ഞാനിങ്ങനെ ആരാധിക്കുന്ന ചാടി ചാടി ആരാധിക്കുന്നു. ആരാധിക്കുമ്പോൾ ഞാൻ ശക്തി എന്നിലേക്ക് വരുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ മറിഞ്ഞു വീഴുന്നു, പിന്നെയും ചാടി എഴുന്നേറ്റ് ആരാധിക്കുന്നു, പിന്നെയും മറിഞ്ഞു വീഴുന്നു. എനിക്കറിയത്തില്ല. പിന്നീടായപ്പോൾ എനിക്കിങ്ങനെ ദൈവസന്നിധി ഞാൻ ഇങ്ങനെ പറയുന്നു, കർത്താവേ എനിക്ക് വീഴാതെ നിന്ന് ആരാധിക്കാൻ കൃപ തരണമേ എന്ന്. അങ്ങനെ
എന്റെ കാല് നിലത്തുറപ്പിച്ചു നിന്ന ഞാൻ വീഴാതെ നിന്ന് ആരാധിക്കുവാൻ ഞാൻ പഠിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ അമിത ബലം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ വലിയ ശക്തി ഈ ചെറിയ മൺകൂടാരത്തിലേക്ക് വരുമ്പോൾ, ആ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ നിയന്ത്രിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയത്തില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് നിയന്ത്രിക്കാൻ, എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ കൃപ തരണേന്ന്. അങ്ങനെ നിന്ന് ആരാധിക്കുവാനും പിന്നീട് വീഴാതെ ആരാധിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഞാന് പിന്നീട് പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിലേക്ക് പോകുന്ന രംഗമാണ്. കർത്താവിന്റെ വേലയ്ക്കായി വിളിയുണ്ടായി. ഞാന് ഹോസ്പിറ്റലൊക്കെ വിട്ടു. ഞാൻ നേരെ പായിപ്പാട് ബൈബിൾ കോളേജിലേക്ക് പോവുക. എന്റെ പാസ്റ്റർ പി.കെ. തങ്കച്ചൻ പാസ്റ്ററിനെയാണ് ഞാൻ അതിന് ചെന്ന് വിളിച്ചത്. ചച്ചകോടിലാണ് ഞാൻ പോകുന്നതെങ്കിലും ഞാൻ IPSലെ എന്റെ പാസ്റ്ററിന്റെ അരികെ ചെന്നു. എന്റെ പാസ്റ്ററിന്റെ അരികെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വിളിയുണ്ടായി, എന്നെ ബൈബിൾ കോളേജിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, എടി പെണ്ണെ, ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, നീ ഇപ്പം വേലയൊക്കെ ഞങ്ങളോടൊപ്പം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ക്ലാസ് ആരംഭിക്കുമ്പോ പോകാം. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, എന്നെ ഇപ്പൊ തന്നെ കൊണ്ടാക്കണം, പറ്റത്തില്ല, എന്നെ ഇപ്പൊ തന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പറഞ്ഞു, എന്നാ നീ ചൊവ്വാഴ്ച വാ, നമുക്ക് രാവിലെ പ്രിൻസിപ്പളിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രിൻസിപ്പളിന്റെ വീട്ടിൽ ചെല്ലുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അനന്യാസിനോട് സംസാരിച്ച കർത്താവ് പത്രോസിനോട് സംസാരിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നോട് സംസാരിച്ച കർത്താവ് പ്രിൻസിപ്പളിനോട് സംസാരിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ ചോദിച്ചു, എന്താ തങ്കച്ച വന്നേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതുപോലെ എന്റെ വിശ്വാസിയാണ്, ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ വിളിയുണ്ടായി വന്നതാന്ന് പറഞ്ഞു. അയ്യോ, അത് ക്ലാസ് തുടങ്ങി ഒത്തിരി നാളായല്ലോ, മോടെ സാക്ഷി ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. ചുരുക്കമായിട്ട് പെട്ടെന്ന് പറയാം, എനിക്ക് കോളേജിൽ പോണോന്ന് പറഞ്ഞു. ഒരുങ്ങിയിരിക്കുക സാറ്. ഞാൻ ചുരുക്കമായി ഒരു 5 മിനിറ്റ് എന്തോ സാക്ഷ്യം പറഞ്ഞു. ഉടനെ പറഞ്ഞു, അയ്യോ തങ്കച്ച, ഈ മോളെ നമുക്ക് വിലക്കാൻ പറ്റുകയില്ല, കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കോളേജിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോൾ ചാപ്പൽ സർവീസിന്റെ ടൈമായി. ചാപ്പൽ സർവീസ് കൂടിയിട്ട് ഞങ്ങള് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ സാർമാരെല്ലാം വട്ടം ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, സാക്ഷി ഒന്ന് അല്പം ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അവരെല്ലാം പറഞ്ഞു, ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം, നമ്മൾ പറഞ്ഞിട്ട് തടസ്സം ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എനിക്ക് അഡ്മിഷൻ അന്ന് തന്നെ കിട്ടുകയാണ്. ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ അവിടുത്തെ റൂൾസ് എല്ലാം പറയുകയാണ്. ഫീസ് അടയ്ക്കുന്ന കാര്യം, ഹോസ്റ്റലിന്റെ കാര്യം എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അന്വേഷിച്ചിട്ട് പറഞ്ഞു. ഹോസ്റ്റലിലേക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു, ഇവിടെ റൂമില്ല, കട്ടിലില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു, എല്ലാം ഫില്ലായി ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു. എന്റെ വീട് ഇവിടെ അടുത്ത നാലുകോടിയില്ല, ഞാൻ പോയി വന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ഫീസ് അടയ്ക്കണം, അതിന് പൈസ ഇല്ല. അപ്പൊ ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞാല് എക്സാം ഫീസ് അന്ന് തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, യോ, എനിക്ക് ഫീസ് ഇല്ല. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു, മോൾ വിഷമിക്കൊന്നും വേണ്ട, പാസ്റ്റർ അതങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു മോളുടെ ഫീസ്. അങ്ങനെ പാസ്റ്റർ എന്റെ ഫീസ് അടച്ചു. ഞാൻ അവിടെ പഠിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ പോയി വന്നാണ് പഠിച്ചത്. അങ്ങനെ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബസ്സിൽ പോകും. തിരിച്ചു വരുമ്പോൾ ഞാൻ നടന്നു വരും എന്റെ വീട്ടിലേക്ക്. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ കാണും. അത് ഞാൻ നടക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ട്രാക്റ്റ് ഉണ്ട്. ഈ ട്രാക്റ്റ് എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരോടും സുവിശേഷം പറയണം. അങ്ങനെ ഞാൻ നടന്ന് 2 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. ആ പഠിക്കുന്ന 2 വർഷം ഉച്ചയ്ക്ക് എല്ലാവരും ഡോമട്രിയില്ല, ഭയങ്കര ഊണ് കഴിഞ്ഞ് ഭയങ്കര കളിയും ചിരിയുമായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു മൂലയ്ക്കോട്ട് മുഴങ്കാലിൽ ഞാൻ ഇരുന്ന് കരയും, കർത്താവേ, എന്താണ് ഈ സുവിശേഷ വേല, എവിടെയാണ് ചെയ്യേണ്ടത്, ആരാ എന്നെ സഹായിക്കുന്നത്, എവിടാണ് പോകേണ്ടത്, എങ്ങനെ പോകും? ഈ ചോദ്യങ്ങൾ നിരന്തരം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. അറിയത്തില്ല എവിടെ പോകണം, എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്, എന്താണ് സുവിശേഷ വേല, ഇതൊന്നും അറിയത്തില്ല. എന്നാൽ 2 വർഷവും കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല അത്ഭുതങ്ങളും കർത്താവ് എന്നിൽ കൂടി ചെയ്തു. എന്റെ ബസ്സില് ഞാൻ ട്രാക്റ്റ് കൊടുക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്നവരൊക്കെ എന്നോട് പറയും, ബൈബിള് വേണം, അന്നന്ന് ഡേറ്റിൽ വാക്യമുള്ള കലണ്ടർ വേണം,
ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്നോട് ഓരോരുത്തർ പറയുന്നത്. ഇതിനൊക്കെ പൈസ എവിടുന്ന്? എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ് എൻ്റെ ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിന് കർത്താവ് എനിക്ക് തരും. ഞാൻ അതെല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ വിശ്വാസത്തെ കർത്താവ് ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. വിശ്വാസ വേല എങ്ങനെയാണെന്നുള്ളത് ഉറപ്പിക്കുകയായിരുന്നു കർത്താവ്. അങ്ങനെ ഉറപ്പിച്ച കർത്താവ് എന്നോട് ഒരാൾ എന്നോട് ഇങ്ങനെ കുറച്ച് ഒരു പുസ്തകം ചോദിച്ചു. പക്ഷെ ആള് എവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്നും പിന്നെയും കുറെ പോണം. പൂവോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളായിരുന്നു. അവരുടെ ആ സ്ഥലം കറക്റ്റ് സ്റ്റോപ്പ് ഏതാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോയി ഇവർക്ക് പുസ്തകം വാങ്ങി എൻ്റെ കൈ വെച്ചിട്ട് ഇവരെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ഒരു ശനിയാഴ്ച ബൈബിൾ ക്ലാസ് ഇല്ലാത്ത ദിവസം നോക്കി ഈ ബസ്സിൽ കയറി പൂവോ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ഞാൻ അങ്ങ് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ബസ് എന്ന ലാസ്റ്റ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിന് മുൻപായി എനിക്ക് ഈ വ്യക്തിയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ബൈബിൾ കൊടുക്കണം അവരുടെ കയ്യില്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ പോലെ അന്ന് ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഓർത്ത് നോക്കിക്കേ, ഞാൻ വിശ്വാസത്താൽ ഇറങ്ങി. ആ ബസ് ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തുന്നതിനു തൊട്ടു മുമ്പിലത്തെ സ്റ്റോപ്പിൽ വെച്ച് ആ വ്യക്തി ബസ്സിലേക്ക് കയറി വരുന്നു. ഞാൻ ചാടി എഴുന്നേൽക്കുന്നു, ഈ പുസ്തകം അവരുടെ കയ്യിൽ കൊടുക്കുന്നു. എന്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ ദൈവം എന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങളിലൂടെയാണ് ബൈബിൾ കോളേജ് പഠനകാലത്ത് എന്നെ നടത്തിയത്. എനിക്ക് 2 രൂപ തന്ന് സഹായിച്ചവരുണ്ട്, 5 രൂപ തന്ന് സഹായിച്ചവരുണ്ട്, 100 രൂപ തന്ന് സഹായിച്ചവരുണ്ട്. അതൊക്കെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജ് പഠനം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ ഗോസ്പൽ ഫോർ ഏഷ്യയിലെ ആത്മീയാത്രയും അത് ഇതുമൊക്കെ കൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിൽ സുവിശേഷം പറയാൻ പോയിരിക്കുമ്പോൾ എന്റെ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്റ്റുഡൻസ് വന്നു. അവര് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, ഗ്രേസി എന്തിയെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ എന്നെ തിരക്കി ഓടി വന്നു. മോളെ, 2 പേര് വന്ന് വിളിക്കുന്നു. ഞാൻ വേഗം അവരുമായിട്ട് എന്നപ്പോൾ പറഞ്ഞു, പായിപ്പാട് ബാബു എന്ന് പറയുന്ന ഒരു സാറുണ്ട്. ആ സാറ് സുശേഷ വേല ചെയ്യുന്നു. അവിടെ വേല ചെയ്യാനായിട്ട് നിന്നെ വിളിക്കാൻ ഞങ്ങൾ വന്നതാന്ന് പറഞ്ഞു. ഗോസ്പൽ ഫോർ ഏഷ്യയിൽ സെർവന്റ് എന്ന് പറയുന്ന ബോട്ടിന്റെ അതിൽ മാനേജരായിട്ട് എന്തോ സുശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു സാറാണ്. ആ സാറ് ഇപ്പോൾ സുശേഷ വേല ചെയ്യാനായിട്ട് പായിപ്പാട് വന്നൊരു വീടെടുത്ത് താമസിക്കുന്നു. ടീം അംഗങ്ങളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഈ സ്നേഹിതര് വന്ന് എന്നെയും വിളിച്ചോണ്ട് പോകുന്നു. പായിപ്പാട് തൊട്ട് അങ്ങനെ അങ്ങോട്ട് പായിപ്പാട്, കവല, മുണ്ടുകോട്ട, കുന്നന്താനം ആ ഭാഗങ്ങളിലേക്കെല്ലാം ഞങ്ങൾ സുവിശേഷവുമായി പോകാൻ തുടങ്ങി. വലിയ വലിയ അത്ഭുതങ്ങൾ അന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ചെറിയ ചെറിയ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവ് കേട്ടു. ഞങ്ങൾ കയറി ഇറങ്ങുന്ന വീടുകളിലെല്ലാം അത്ഭുതം പ്രവർത്തിച്ചു. സുവിശേഷം പറയാനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഒത്തിരി വീടുകളിലെല്ലാം ഞങ്ങൾ പോയി സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്റെ ഒരു സ്നേഹിത എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അപ്പോൾ തന്നെ ഒരു പാസ്റ്റർ, ലാൽ മാത്യു എന്ന് പറയുന്ന പാസ്റ്റർ എന്നോട് ഒരു ദൂത് പറഞ്ഞു, മകളെ, നിന്നെ ഞാന് ജാതികളുടെയും രാജാക്കന്മാരുടെയും മുൻപിൽ എന്റെ സാക്ഷ്യത്തിനായി അയക്കാൻ പോവുകയാണെന്ന് എന്നോട് ദൂത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ദൂത് കേട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇന്ന് രാജാക്കന്മാരുണ്ടോ അതിന് സുവിശേഷം പറയാനായിട്ട്? ജാതികളുണ്ട്, പക്ഷെ രാജാക്കന്മാരുണ്ടോ എന്നിങ്ങനെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവല്ലേ പറഞ്ഞത്, നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ, കർത്താവ് അങ്ങനെ അയക്കുമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു അമ്മാമ്മ വന്ന് എന്നോട് പറയുകയാണ്, മോടെ അഡ്രസ് എറണാകുളത്ത് ഒരു വേലയ്ക്ക് ഒരു പ്രവർത്തനത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞ് എന്റെ അഡ്രസ്സും കൊണ്ട് എറണാകുളത്ത് പോവുക. കളമശ്ശേരിയിലുള്ളതായ ഷൊമേൽ പാസ് സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ അഡ്രസ് കൊടുക്കുന്നു. ലവ് കൊച്ചിൻ 96 എന്ന് പറയുന്ന വേലയിലേക്ക് എന്നെ വിളിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്ഥലം വിട്ട് യാത്ര ചെയ്യുക. എന്റെ പപ്പ എന്നെ കൊണ്ടുവന്ന് കളമശ്ശേരിയിൽ ഷൗമേൽ സാറിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നാക്കി. അങ്ങനെ 1996 ലവ് കൊച്ചിൻ ഈ കൊച്ചി മുഴുവൻ സുവിശേഷീകരിക്കുക എന്നുള്ള വേലയായിരുന്നു. അത് എറണാകുളം മുഴുവൻ ഞങ്ങള്
താമസിച്ച് വർക്ക് ചെയ്തു. അവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ നേരിടുവാനിടയായിട്ടുണ്ട്. ഞങ്ങള് കളമശ്ശേരിയിൽ ഞങ്ങള് താമസിച്ചു. അതുപോലെ തന്നെ ഞങ്ങള് ആലുവയിൽ താമസിച്ചു. ആലുവയിൽ താമസിച്ച് വേല ചെയ്യുമ്പോഴാണ് ചെങ്ങമനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആലുവയില്. ചെങ്ങമനാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോയി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലുള്ളതായ RSSകാരെല്ലാം കൂടെ വന്ന് ഞങ്ങൾ ഒരു 10-12 സഹോദരിമാരാ ട്രാക്റ്റുകൾ കൊടുത്തോണ്ടിരുന്നത്. ആ ഏറിയയിൽ ഞങ്ങളെ കൊടുത്തോണ്ടിരുന്ന എല്ലാവരെയും ഈ രണ്ടുപേരായിട്ടാണ് ഞങ്ങള് ട്രാക്റ്റ് കൊടുത്തോണ്ടിരുന്നത്. ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് അവരാ ഞങ്ങളുടെ ട്രാക്റ്റ് എല്ലാം പിടിച്ചു പറിച്ച് മേടിച്ചിട്ട് അവര് ഞങ്ങളെ ആ അമ്പലത്തിന്റെ വാതുക്കലേക്ക് കൊണ്ടുപോയി. ഞങ്ങളിൽ ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല അന്ന്. ഞങ്ങൾ എല്ലാവരും വിവാഹം കഴിയാത്തവരാണ്. എല്ലാവരെയും അവിടെ കൊണ്ടുപോയി നിർത്തി ഈ അമ്പലത്തിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് ഇവര് ഈ അമ്പലത്തിലെ ഏതാണ്ട് ദേവിയെന്നോ ഏതാണ്ടൊക്കെ വിളിച്ച് ഒത്തിരി ഏതാണ്ട് കുറെ കാര്യങ്ങൾ അവർ വിളിച്ചു ഇങ്ങനെ അവരുടെ പ്രാർത്ഥനകൾ വിളിച്ചു കൂവിയിട്ട് അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയി എല്ലാവരുടെയും ട്രാക്റ്റുകൾ കയ്യിലുള്ളത് കൊണ്ട് എല്ലാ കെട്ടുകളും കുടഞ്ഞിട്ടപ്പം വലിയൊരു കൂന ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അവര് തീ കത്തിച്ചു കളഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കർത്താവേ, ആ ഭാഗത്തുള്ള കടകളിൽ എല്ലാ ആൾക്കാരും നോക്കി ഇരിപ്പുണ്ട്. ആരും ഒരക്ഷരവും മിണ്ടിയില്ല. ഈ ഇത്രയും 10-40 യൗവനക്കാരുണ്ട് ഈ RSSകാര്. ആരും ഒരക്ഷരവും മിണ്ടിയില്ല. അപ്പൊ ഞങ്ങള് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിന്ന് കർത്താവേ, ഈ തീയാളി കത്തുന്നത് പോലെ ഇവിടെ നിന്ന് ആത്മാക്കളെ എഴുന്നേൽപ്പിക്കണമേ എന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി. അന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയിട്ടാ. പിന്നെ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങളുടെ കയ്യിൽ ട്രാക്റ്റ് ഇല്ലല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ആലുവ ടൗൺ ഫെയ്ത്ത് ഹോമിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോരുന്ന IPC ഫെയ്ത്ത് ഹോമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പ്രവർത്തനം നിർത്തി. അതിനുശേഷമാണ് നമ്മുടെ ജവഹർലാൽ സ്റ്റേഡിയത്തിലാ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ വന്ന് വലിയൊരു മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ രണ്ടുപേരെ പരിചയപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ചെങ്ങമനാട് ചർച്ചിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു അവിടെ എങ്ങും ചർച്ച് ഇല്ലല്ലോ, എനിക്കറിയാമല്ലോ അവിടെ എല്ലാം, ഞങ്ങൾ അവിടെ എല്ലാം നടന്നയാണല്ലോ. അപ്പൊ അവര് ഞാൻ ചോദിച്ചു എന്നാ അവിടെ ചർച്ച ഉണ്ടായത്? അപ്പോൾ അവര് പറയാണ് 98-ലാണ് ചർച്ച ഉണ്ടായത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എവിടെ കഷ്ടം അനുഭവിക്കുന്നോ അവിടെ ആത്മാക്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കും, അവിടെ സഭയെ കർത്താവ് എഴുന്നേൽപ്പിക്കും, അവിടെ അനവധി പ്രവർത്തനങ്ങളെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ പിന്നെ ഏരൂര് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങളെ ആൾക്കാർ ഓടിക്കുകയും ചൂലെടുക്കുകയും ഞങ്ങളെ ഈ സുവിശേഷ വേലയ്ക്ക് ചെല്ലുന്നതിന് സഹോദരിമാരായതുകൊണ്ട്, വിവാഹം കഴിയാത്ത സഹോദരിമാരായതുകൊണ്ട് ഞങ്ങളുടെ ദേഹത്തെങ്ങും ആരും ഒന്നും തൊട്ടിട്ടില്ല. അല്ലാതെ ഞങ്ങളെ എല്ലാവരും ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അവിടുത്തെ വേല ചെയ്തിട്ട് ഫോളോ അപ്പ് വർക്കായിട്ട് ഞങ്ങൾ 99 വരെ അവിടെ വർക്ക് ചെയ്തു. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തുരുത്തെന്ന് പറഞ്ഞ എറണാകുളത്ത് തുരുത്തെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ തുരുത്തി ചെല്ലണമെങ്കിൽ വള്ളത്തിൽ കൂടി കയറി വേണം അവിടെ ചെല്ലാൻ. അപ്പൊ ആ തുരുത്തിലെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫോളോ അപ്പിനുള്ള കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോസ്റ്റ്മാനോട് ചോദിച്ചിട്ടാ എല്ലാ വീട്ടിലേക്കും വഴി ചോദിച്ച് ഞങ്ങൾ പോകുന്നത്. അവിടേക്ക് ഞങ്ങൾ ചെന്ന ആ തുരുത്തെ ചെന്ന് ഞങ്ങൾ നിൽക്കുക. ആ വീട്ടുകാരെ ഞങ്ങൾ കൈകൊട്ടി വിളിച്ചു. ആ വീട്ടുകാർ വള്ളവും കൊണ്ട് വന്ന് ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും ആ വള്ളത്തിൽ കയറി. അവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ ആ വീട്ടുകാർ പറയാൻ തുടങ്ങുകയാണ്, വള്ളത്തിലുള്ള ആള് രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേക്കല്ലെന്ന് പറയുകയും ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേൽക്കുകയും രണ്ടുപേരും കൂടെ വള്ളത്തിൽ നിന്ന് മുങ്ങി താഴെ ആ വെള്ളത്തിൽ മുങ്ങി താണ് പൊങ്ങി വന്ന് ഞങ്ങൾ ആ കൽക്കട്ടയിൽ കയറി പിടിച്ചു. അങ്ങനെ ആ വീട്ടുകാർ ഞങ്ങളെ ഓടി വന്ന് പിടിച്ച് കയറ്റി. അവിടെ നിന്ന് ഞങ്ങളുടെ ഡ്രസ്സുകളെല്ലാം, പിന്നെ അവരുടെ ഡ്രസ്സെല്ലാം തന്നു. ഞങ്ങളുടെ ഡ്രസ്സെല്ലാം ഉണക്കി ആ വീട്ടുകാരോട് സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പോരുന്നത്. ഇന്ന് അവര് വിശ്വാസത്തിലാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആലുവായിൽ നിന്ന് ഇങ്ങനെ എറണാകുളത്ത് നിന്ന് ആലുവായിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ആ വീട് ഞാൻ എപ്പോഴും കാണും. ഞാൻ നോക്കും ആ ഭാഗം വരുമ്പം. എൻ്റെ കൂടെയുള്ളവരോടെല്ലാം ഞാൻ അത് പറയും, ആ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആ എറണാകുളത്തെ സുവിശേഷ വേല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് പ്രസംഗമുണ്ട്, സുവിശേഷം പറയാൻ അറിയാം, ഇനി എനിക്ക് പ്രവചന വരം വേണം.
എനിക്ക് പ്രവചനവരം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും കൊണ്ട് ഞങ്ങളുടെ ലാൽമാറ്റി പാസ്റ്ററിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. അമ്മമ്മ ജോയ്സ് അമ്മാമ്മൻ എല്ലാ വ്യാഴാഴ്ചയും സഹോദരിമാരുടെ പ്രാർത്ഥന നടത്തും. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു, ഇന്നൊരു അത്ഭുതം നടക്കും, നിങ്ങൾ ചോദിച്ചോളുവിൻ, ആ അത്ഭുതം ഇന്ന് തന്നെ തരുമെന്ന് പറഞ്ഞു. അമ്മാമ്മ എന്തോ ആണോ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു പോയത് പ്രവചനം കിട്ടണമെന്നായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് പ്രവചനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അന്നേരം തന്നെ പ്രവചനം തന്നു. പക്ഷെ തന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ അമ്മാമ്മ എന്നോട് പറഞ്ഞു, മോളെ ഒന്ന് നമുക്ക് രണ്ടുപേർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും സ്പെഷ്യൽ ആയിട്ട്, ബാക്കി എല്ലാരും പോയി, ഞങ്ങൾ രണ്ടുപേരും സ്പെഷ്യൽ ആയിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ അമ്മാമ്മയുടെ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് മാത്രം എനിക്കറിയാം. പിന്നീട് കുറെ നേരം എന്തായിരുന്നെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രവചിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് പ്രവചിക്കുക. പ്രവചനമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അമ്മാമ്മയോട് പറഞ്ഞു, മോനെ അന്ന് മോൻ തിരുവല്ല മർത്തമ കോളേജിൽ പഠിക്കുന്നതേ ഉള്ളൂ. മോനെ UK സെറ്റിൽ ആക്കുമെന്നും അങ്ങനെ മോന്റെ ഭാവി എല്ലാം പ്രവചിച്ചു പറഞ്ഞു. ഇന്ന് മോൻ അങ്ങനെ UK സെറ്റിലാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ 99 പറഞ്ഞ ആ പ്രവചനം 2009 നിറവേറിയത്. കാരണം 2009 താൻ വിവാഹിതനാകുന്നു, UK പോകുന്നു, സെറ്റിലായി. ഇപ്പോഴവിടെയാണ് കുടുംബമായിട്ട്. പ്രിയമുള്ളവരെ, ആ പ്രവചന ശുശ്രൂഷ കർത്താവിന്റെ ആത്മാവ് തന്നു കഴിഞ്ഞ പിന്നെ പ്രസംഗവും പ്രവചനവും. എനിക്ക് പ്രവചിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. ലാൽമാത്യു പാസ്റ്ററും അമ്മാമ്മയുമാണ് പ്രാർത്ഥനയ്ക്കൊക്കെ എന്നെ കൊണ്ടുകടന്ന് പ്രവചനം എന്നിൽ കൂടി ചെയ്ത് എന്നെ ശുശ്രൂഷയിൽ മുന്നേറാൻ സഹായിച്ചത്. ഹല്ലേലൂയ. അതിനുശേഷം പിന്നീട് ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്കുള്ള എനിക്ക് ഡേറ്റും കാര്യങ്ങളും എല്ലാ ആൾക്കാരും വിളിക്കും എന്നെ. അങ്ങനെ ഞാൻ പോയി 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 ശുശ്രൂഷയ്ക്ക് പോയി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങി. ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നടക്കുന്ന വേളയില് എനിക്ക് ഒത്തിരി വിവാഹാലോചനകളൊക്കെ കടന്നു വരും. പക്ഷെങ്കിൽ അതൊന്നും നടക്കത്തില്ല. കാരണം എന്റെ വീട്ടില് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടും എന്റെ പപ്പയ്ക്ക് സ്ത്രീധനം ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഒത്തിരി കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ടും ഈ വരുന്ന ആലോചനക്കാരെല്ലാം അങ്ങ് പോകും. എന്നാൽ എവിടെയും ഞാൻ ചെന്ന് പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. എന്നോട് പറയും വിവാഹം ആലോചിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും എന്റെ അഡ്രസ് ഒക്കെ മേടിക്കും. പിന്നീട് അതങ്ങ് മാറിപ്പോകും. അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞാൻ കൊല്ലത്ത് ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിക്കാനായി കടന്നു വന്നു. കൊല്ലത്ത് പ്രസംഗിക്കാൻ കടന്നു വന്നു. അവിടെ AG ചർച്ചില് ഞാൻ പല അങ്ങനെ അവിടുത്തെ ചർച്ചിലെ വിശ്വാസികള് സഭയായിട്ട് മിക്കവരോടും ദൂതൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും അവരുടെ മരുമകനെ പെട്ടെന്ന് വിളിച്ചു വരുത്തി. സാം പാസ്റ്റർ, ജോസ് കെ എബ്രഹാമിന്റെ ജ്യേഷ്ഠൻ സാം പാസ്റ്റർ ആയിരുന്നു. സാം പാസ്റ്ററെ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് പ്രാർത്ഥിച്ച് പ്രവചിപ്പിക്കാൻ വേണ്ടി ആ അപ്പച്ചനും അമ്മച്ചിയും പാസ്റ്ററോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്ററിന്റെ അന്നത്തെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും പ്രവചിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എനിക്ക് ഒരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, ഈ അഡ്രസ്സിൽ പോയി ഈ സ്ഥലത്ത് പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അത് ഈ കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്ക് തോമസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിന്റെ അഡ്രസ്സാണ് എനിക്ക് തന്നത്. ഞാൻ ആ അഡ്രസ്സുമായിട്ട് എന്റെ വീട്ടിൽ ചെന്ന് എന്റെ പപ്പയെ കാണിച്ചു. പപ്പ പറഞ്ഞു, പപ്പയുടെ സ്ഥലമാണ് ഈ കുമ്പളം എന്ന് പറയുന്ന സ്ഥലം, പപ്പയുടെ ജന്മസ്ഥലമാ. പപ്പ പറഞ്ഞു അവിടെ നമുക്ക് പോകാവെന്ന് പറഞ്ഞു. പപ്പയുടെ ആൾക്കാരെല്ലാം കത്തോലിക്കരാണ്. അങ്ങനെ പോകാവെന്ന് പറഞ്ഞ് ഞങ്ങള് ആ സ്ഥലത്തേക്ക് ഞങ്ങളുടെ ചർച്ചിൽ 5 ദിവസത്തെ ഉപവാസം നടക്കുക. 5ാമത്തെ ദിവസം ഞങ്ങള് ചർച്ചിൽ പോകാതെ ഇവിടെ ഈ കൊല്ലത്തേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ആ പാസ്റ്ററിന്റെ ചർച്ചിൽ ചെന്ന് അവിടെ ഞങ്ങൾ ആരാധിച്ച് അന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ദൂതുകളും വചനങ്ങളും എല്ലാം ഞാൻ അന്ന് അവിടെ പറഞ്ഞു. അന്ന് അവിടെ 2 ആന്റിമാര് വന്നിട്ടുണ്ടായിരുന്നു പടപ്പക്കരയിൽ നിന്ന്, IPCയിൽ നിന്ന്. ആ ആന്റിമാർ എന്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി ഈ IPC സഭയിലെ പാസ്റ്ററിന് കൊടുത്തു. പടപ്പക്കരയിലെ പാസ്റ്ററിനെ ഇവിടേക്ക് ശുശ്രൂഷയ്ക്കായി വിളിച്ചു. അങ്ങനെ ഞാൻ ഈ ചർച്ചിലും പടപ്പക്കര IPC ചർച്ചിലും ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ പാസ്റ്റർ ആന്റിയും എനിക്ക് വിവാഹം ആലോചിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആലോചിക്കേണ്ട നിങ്ങളാ. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ കല്യാണം ആലോചിക്കും, ഒന്നും നടക്കത്തില്ല, എനിക്ക് സാമ്പത്തികം ഇല്ലാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാസ്റ്ററും ആന്റിയും പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അവരും എനിക്ക് അടുത്ത ഡേറ്റ് തന്നാ എന്നെ വിടുന്നത്, അടുത്ത ശുശ്രൂഷയ്ക്കുള്ള ഡേറ്റ് തന്നാ വിടുന്നത്. ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ ആന്റി വീണ്ടും എന്നെ വിളിക്കുകയാണ്.
വിവാഹാലോചനയുടെ കാര്യം എന്തായി? ഞങ്ങൾക്ക് താല്പര്യമാ. പപ്പായോട് പറ. ഇനിയത്തെ മീറ്റിങ്ങിന് വരുമ്പം പപ്പായെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെന്ന് പറഞ്ഞു. പാസ്റ്ററോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെന്ന്. ഞാൻ എന്നിട്ട് വെള്ളിയാഴ്ച ചർച്ചിൽ ചെന്നിട്ട് എല്ലാവരും ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരം ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ താക്കോലിങ്ങിതാ, ഞാൻ പൂട്ടി കൊണ്ടുവന്ന് കൊടുത്തോളാം, അടുത്ത വീട്ടിലാ കൊടുക്കുന്നത്, അവിടെ ഞാൻ കൊടുത്തോളാം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞ അകത്തുനിന്ന് ചർച്ച് ഞാൻ പൂട്ടിയിട്ട് ആ ചർച്ചിനകത്ത് പായയിലോട്ട് കമന്ന് കിടക്കുമായിരുന്നു. ഞാന് കമന്ന് കിടന്നുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് വിവാഹം ഉണ്ടോ? എന്റെ വിവാഹം നടക്കുമോ? എനിക്ക് വാക്ക് കൊടുക്കാൻ പറ്റുമോ? എന്താണ് കർത്താവ് എന്താണ് എന്നോട് പറയുന്നത്? പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ കമന്ന് കിടന്ന് കരയുമ്പോൾ കർത്താവ് എനിക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേര് തിന്ന് ശേഷിപ്പിച്ചത് 12 കൊട്ടയാ എന്ന് പറഞ്ഞു. എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ വിവാഹത്തിന് ശേഷിപ്പ് ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. വാക്കു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് മുഖമൊക്കെ തുടച്ച എഴുന്നേറ്റ് ചർച്ച് തുറന്ന് വെളിയിൽ വന്ന് പൂട്ടി താക്കോല് കൊണ്ട് അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, വാക്കു കൊടുത്തു, ദൈവം അനുകൂലമായി സംസാരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത മീറ്റിങ്ങിന് എന്റെ പപ്പയെയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ ആ മീറ്റിംഗ് നടത്തുന്ന വീടെന്ന് പറയുന്നത് ഈ പാസ്റ്റർ, എനിക്കറിയത്തില്ലല്ലോ ഏത് വീടാന്ന്. അവരെനിക്ക് വഴിയൊക്കെ എന്റെ ഡയറിക്കകത്ത് വരച്ചായിട്ടിരിക്കുന്നത്. ബസ് സ്റ്റോപ്പ് തൊട്ട് വരച്ചിട്ടിരിക്കുക പാസ്റ്റർ. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്ന ഈ വരയിൽ കൂടി ഞാൻ ഇതൊക്കെ നോക്കിയാ വരുന്നത്. ഞാനും എന്റെ പപ്പയും കൂടെ വരുവാ. അങ്ങനെ വരുന്നത് എവിടേക്കാണെന്നറിയാവോ? ഈ പാസ്റ്റർ ആന്റി എനിക്ക് വിവാഹം ആലോചിച്ച ചെറുക്കന്റെ വീട്ടിലാണ്. പാസ്റ്ററിന്റെ വീട്ടിലെ ഈ പ്രാർത്ഥന നടക്കുന്നത്. കാരണം അന്ന് അവര് അവിടെ ഒരു വീട് വെച്ചു. ആ വീടിന്റെ പ്രാർത്ഥനയാ, കീർത്താമസത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന അതിന് ഞാനാ പ്രസംഗിക്കേണ്ടത്. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ആ വീട്ടിൽ ഇരുന്നും കൊണ്ട് തന്നെ പെണ്ണ് കാണൽ ശുശ്രൂഷ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ അപ്പോൾ എന്നോട് വന്ന് പറയുക, സിസ്റ്ററെ, ഇന്ന് രാത്രി ഇവിടെ റോഡ് സൈഡിൽ ഒരു വീട്ടിൽ ഈ ആ വീടിന്റെ തന്നെ കുടുംബ വീടാ, അവിടെ ഒരു മിനി കൺവെൻഷൻ വെച്ചിരുന്നതാ, അവിടെ പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞ പാസ്റ്ററിന് വരാൻ പറ്റത്തില്ല, എന്തോ തടസ്സമുണ്ട്, സിസ്റ്റർ ഒന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ പാസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ആ മിനി കൺവെൻഷന് പ്രസംഗിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഞാനും പപ്പയും ഈ ദേശത്ത് നിന്ന് കടന്നുപോയത്. കടന്നുപോയി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ വിവാഹം ഉറപ്പിച്ചു. കാര്യങ്ങളെല്ലാം വേഗന്ന് തന്നെ ക്രമീകരിച്ചു. പരിശുദ്ധാത്മാവെല്ലാം വേഗത്തിൽ വേഗത്തിൽ ചെയ്തു തന്നു. അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും ആ വിവാഹം 2000 ജൂലൈ 8-ാം തീയതി കുണ്ട്ര മേലതിൽ ഓഡിറ്റോറിയം, ഇന്ന് മേലതിൽ, അന്ന് ഏലിയ ഓഡിറ്റോറിയം, പാസ്റ്റർ KC ജോൺ അവറുകളാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങള് ശുശ്രൂഷയിൽ, അച്ഛൻ അന്ന് ശുശ്രൂഷയിലാണ്, സഭാ ശുശ്രൂഷയിലാണ്. ആ ശുശ്രൂഷയിൽ ഞങ്ങളുടെ പിറ്റേ മാസം തന്നെ അച്ഛൻ ഇരിക്കുന്ന ആ ചർച്ചിന്റെ പണി നടക്കുമായിരുന്നു. പണിയുടെയും ആ ചർച്ചിന്റെയും ഉദ്ഘാടനമാണ്. അതിനും KC ജോൺ പാസ്റ്റർ തന്നെയാണ് വന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്ഥലമാറ്റം കിട്ടുന്ന ഞങ്ങളുടെ ഇവിടുത്തെ പടപ്പക്കര ഞങ്ങളുടെ മാതൃസഭയിലേക്കായിരുന്നു. അവിടെയും വന്ന് ഞങ്ങള് 3.5 വർഷം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ഒരു പുതിയ സ്ഥലത്തേക്കാ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അച്ഛനോട് ഇടപെട്ടു, നിന്റെ അമ്മയുടെ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയക്കും. അനേക അമ്പലക്കെട്ടുകളുള്ള വൻ വൃക്ഷങ്ങളെ വെട്ടി വീഴ്ത്തി അവിടെ വലിയൊരു വേല കർത്താവ് ചെയ്യിക്കുമെന്ന് അച്ഛനോട് ദൂത് പറഞ്ഞു. ആ ദൂത് കേട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ ദൂത് ഞങ്ങൾ ഇങ്ങനെ കേട്ട് പ്രാർത്ഥിച്ച് ഏകദേശം ഞങ്ങള് ഒരു 1.5-2 വർഷമെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് അവിടേക്ക് വേലയ്ക്കായി. ഞങ്ങൾ ഈ
പടപ്പക്കരയിൽ വേലയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അവിടേക്കും പോകുന്നത്. അവിടെ പോയി ചെറിയ ചെറിയ ട്രാക്റ്റുകൾ കൊടുപ്പോ അങ്ങനെ ഭവന സന്ദർശനങ്ങളൊക്കെ തുടങ്ങി വെച്ചു. അതിനുശേഷം ഞങ്ങൾ ശനിയാഴ്ച പ്രാർത്ഥന തുടങ്ങി വെച്ചു. അതിനുശേഷം പിന്നീട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇനി ഞായറാഴ്ച ആരാധന സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വീട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു. കർത്താവ് ഞങ്ങൾക്ക് ഒരു വീട് തന്നു. ഭയങ്കര അത്ഭുതമായിരുന്നു ആ വീട് കിട്ടിയത്. കാരണം ഞങ്ങളുടെ ആഗ്രഹം അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കുണ്ട്രയ്ക്കും വെള്ളിമണ്ണിനും ഇടയ്ക്ക് ഒരു വീട് കിട്ടണം, പ്രാർത്ഥനയ്ക്കായി ഒരു കൊച്ചു വീട് കിട്ടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അത് ഇങ്ങനെ പെട്ടെന്ന് അച്ഛൻ്റെ ഒരു ആന്റി ഉണ്ട് ശാസ്താംകോട്ടയിലുള്ള ആന്റി, വില്ലേജിൽ ഇങ്ങനെ എഴുതാൻ വരുന്നതാ. ആന്റിയോട് ഇങ്ങനെ കുണ്ട്രയെ വെച്ച് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ആന്റി എനിക്കിങ്ങനെ ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലത്തിനിടയിൽ എനിക്കൊരു വീട് വേണം, ആന്റി ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്ന് പറഞ്ഞു. യാത്രയിൽ ഇങ്ങനെ കണ്ടത് ആന്റിയെ. ആന്റി അത് കേട്ടിട്ട് അങ്ങ് പോയി, ഞങ്ങളും അങ്ങ് പോയി. പക്ഷേങ്കില് ആന്റി പിറ്റേന്ന് തന്നെ വേഗം ആള് വിട്ട് വിളിപ്പിച്ചു, ബിജു പെട്ടെന്ന് വാ വീടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് കിട്ടുന്നത് ഭയങ്കര മിറക്കിളായിരുന്നു. ദൈവത്തിന്റെ വലിയൊരു വലിയൊരു അത്ഭുത പ്രവൃത്തി എന്ന് പറയുവാൻ ഞങ്ങൾക്ക് ആ വഴിയറമ്പിൽ തന്നെ എല്ലാവർക്കും ആരാധനയ്ക്ക് പോകാൻ പറ്റിയ ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു വീട് ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ആ വീടിന്റെ വലിയ വീടായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇത്രയും വലിയ വീടൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു മുറി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ആ ഒരു മുറിയിലാ ആരാധിക്കാൻ തുടങ്ങി. അവിടെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളും വേറെ ആരുമില്ലായിരുന്നു. ആദ്യത്തെ ദിവസം പടപ്പക്കരയിൽ നിന്ന് ഞങ്ങളുടെ സഭാവിശ്വാസികളെല്ലാം വന്ന് പാസ്റ്ററും കൂടെ വന്നാണ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ആരാധന സ്റ്റാർട്ട് ചെയ്ത് തന്നത്. പക്ഷേങ്കിൽ 2004 പക്ഷേങ്കിൽ അതിനുശേഷം പിന്നുള്ള ഞായറാഴ്ചകളിൽ ഞാനും അച്ഛനും പിള്ളേരും മാത്രമേ ഉള്ളായിരുന്നു. ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവര് ചില സമയത്ത് കയറിയിരിക്കും, അല്ലാത്തപ്പോ ഇറങ്ങി പോകും, കത്തോലിക്കരാ അവര്. അങ്ങനെ പിന്നീട് കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തരെ വെച്ച് ആത്മാക്കളെ തരാൻ തുടങ്ങി. ഞാനും വെച്ചാലും അവിടെ 3 ദിവസം വീതം ഉപവാസം ഇരിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് ഒരു ദിവസം ഇങ്ങനെ ഉപവാസം ഇരിക്കുമ്പോൾ ഞാനും വെച്ചാലും മാത്രമേ ഉള്ളൂ ഉപവാസം ഇരിക്കുക. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇരിക്കുന്ന ഇത് തന്നെ എന്റെ ആലയം എന്ന് പറഞ്ഞു. ഞാന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്നോട് തന്നെയാണോ ഈ പറയുന്നത്? കർത്താവ് പിന്നെയും എന്നോട് പറഞ്ഞു, നീ ഇരിക്കുന്ന ഇത് തന്നെ എന്റെ ആലയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കർത്താവ് എന്നോട് പറഞ്ഞു എന്ന് ഉറപ്പ് പ്രാപിച്ചിട്ട് ഞാൻ അച്ഛനെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ വിശ്വാസികളിൽ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്ന, അച്ഛൻ പാസ്റ്റർമാർ ഇരിക്കുന്ന ആ സ്ഥലത്തായിരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഉള്ളേലും ഞാൻ ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതേപോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നു, ഇത് തന്നെ ദൈവത്തിന്റെ ആലയമെന്ന്. അച്ഛനോട് സ്തോത്ര സ്തോത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, സർവശക്തൻ അവിടെ തന്നെ ഞങ്ങൾക്ക് ആലയം തന്നു. അത് തന്നെ ദൈവത്തിന്റെ ആലയമായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് അവിടെ വസ്തു തന്നു, ആലയം തന്നു. വലിയ അത്ഭുത പ്രവൃത്തികളാ കർത്താവ് ചെയ്തത്. ദൈവം ഞങ്ങളെ അവിടെ അയച്ചുവെങ്കില് കർത്താവ് അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് ആത്മാക്കളെ മാത്രമല്ല ആലയവും നൽകി തന്നു. അവിടെ ഞങ്ങൾക്ക് ചർച്ച് പണി നടക്കുമ്പോൾ ചർച്ചിന്റെ പണിക്കായിട്ട് വന്ന മേസ്തിരി എന്ന് പറയുന്ന ആളിനെയാണ് ആ ആ ചർച്ചിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് അവിടെ മേസ്തിരി തന്നെ പണിത സ്നാന ടാങ്കിൽ തന്നെ ആദ്യം സ്നാനപ്പെടുത്തി. പുള്ളിക്കാരൻ പറഞ്ഞു, സുദർശന ബാബു എന്നാ പേര്. പുള്ളിക്കാരൻ പറഞ്ഞു, എന്നെ വേറെ ആര് സ്നാനപ്പെടുത്തണ്ട, വലിയ പാസ്റ്റർ ഒന്നും സ്നാനപ്പെടുത്തണ്ട, എന്നെ പാസ്റ്റർ ബിജു പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല, അന്ന് എന്നെ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തണം. അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ ആ ബ്രദറിനെ സ്നാനപ്പെടുത്തി. അങ്ങനെ നമ്മുടെ ചർച്ചിന്റെ ആ സ്ഥിതിയെല്ലാം മാറി വളരുവാൻ തുടങ്ങി. അനേക ആത്മാക്കൾ വരാൻ തുടങ്ങി. അമ്പലക്കെട്ടുകളിൽ നിന്നും അനേക 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 വൻ വൃക്ഷങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. വലിയ വിടുതലുകൾ കർത്താവ് അവിടെ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്, ബെസ്ലയിലും ബ്ലസനും. അവർ രണ്ടുപേരും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ പഠനത്തിൽ ഞങ്ങൾക്ക് ഒത്തിരിയൊന്നും അവരെ ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് സ്കൂളിൽ എല്ലാ മാസവും ചെല്ലും. സാർമാരോട് പറയും, സാർമാരെ നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം, അവരെ പഠിപ്പിക്കണം. ഞങ്ങളിങ്ങനെ പാസ്റ്ററും ഭാര്യയുമാണ്, ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ നടക്കുക, ഞങ്ങൾക്ക് നേരമില്ല അവരെ പഠിപ്പിക്കാൻ. അപ്പൊ സാർമാര് പറയും, ഓക്കെ ഓക്കെ ഞങ്ങൾ പഠിപ്പിച്ചോളാം. അവരെല്ലാം നന്നായിട്ട് അവരെ പഠിപ്പിച്ച്
അവര് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇങ്ങനെ ഞങ്ങളോട് ഒരാൾ പറഞ്ഞു, ടെക്നിക്കൽ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ടെക്നിക്കൽ സ്കൂളിലെ സാറിനെ ചെന്ന് കണ്ടു. സാറ് ഞങ്ങൾക്ക് ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് അതിന്റെ കോച്ചിങ്ങും അതിന്റെ എക്സാമും എല്ലാം എടുത്ത കുഞ്ഞുങ്ങളെ അവിടെ ഞങ്ങൾ ആക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. ആ എക്സാം എന്ന് പറയുന്നത് എഴുതുന്നതിന്റെ തലേന്ന് 3 ദിവസം ഞങ്ങൾക്ക് ഇവിടെ പടപ്പക്കരെ കൺവെൻഷൻ നടക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. കൺവെൻഷൻ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ കൺവെൻഷന്റെ സെറ്റും കാര്യങ്ങളും എല്ലാം ഇരിക്കുക. ഇതെല്ലാം കൊടുക്കണം, കാശ് കൊടുക്കണം, ഒരുപാട് കാര്യങ്ങൾ അച്ഛന് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് ആ കുഞ്ഞുങ്ങളുടെ എക്സാം, നമുക്ക് ഇവരെയും കൊണ്ട് പോകാം, വേഗന്ന് വാന്ന് പറയുക. അതെല്ലാം അവിടെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്പീഡിൽ ഞങ്ങൾ പോവുക, എക്സാമിന് വേണ്ടി പോവുകയാണ്. ഇവര് ഒന്നും പഠിച്ചൊന്നുമില്ല കുഞ്ഞുങ്ങളാ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പാസ്റ്റർ, എന്റെ അനുജനാണ്. ആ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഇവരെ എന്തേലും ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. എന്തേലും ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തേലും പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? അരമണിക്കൂറും കൊണ്ടാ. പെട്ടെന്ന് ഇവരെ പഠിപ്പിച്ചു. 9 മണിക്ക് എക്സാമിന് ഞങ്ങൾ വേഗം ഇവരെയും കൊണ്ട് വണ്ടിയിൽ പോയി. അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ഞാനും വെച്ചാനും പുറത്ത് കാറിനകത്ത് ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ഈ കഴിഞ്ഞ 3 ദിവസം അങ്ങയുടെ വേല ചെയ്യുകയായിരുന്നു. ആ കുഞ്ഞുങ്ങളെ നോക്കാനോ അവരെ പഠിപ്പിക്കാനോ ഒന്നും പറ്റിയില്ല. കർത്താവ് അവരോട് കരുണ കാണിക്കണമേന്ന്. എന്നാൽ രണ്ടുപേരും ആ എക്സാമിന് പാസ്സായി. അവർക്ക് രണ്ടുപേർക്കും ടെക്നിക്കൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ രണ്ടുപേരും അവിടെ പഠിച്ചു. ബസലേൽ മോൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും ബ്ലസൻ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കും രണ്ടുപേരും മാറി. 10 അവിടുന്ന് രണ്ടുപേരും നല്ല ഗ്രേഡോട് കൂടി തന്നെ രണ്ടുപേരും പാസ്സായി. അതിനുശേഷം ബസലേൽ മോന ഗവൺമെന്റ് പോളിയില് പുനലൂര് അഡ്മിഷൻ കിട്ടി. അവിടേക്ക് പോയി. ബ്ലസൻ കൊട്ടിയത്ത് പോളിയില് SN പോളിയിൽ കിട്ടി. അവിടേക്ക് പോയി. രണ്ടുപേരും പഠിച്ചതിന് ശേഷം അതിനുശേഷം ആ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊറോണ വരുന്ന കുഞ്ഞുങ്ങളുടെ പഠനത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിട്ടു. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ചർച്ച അടച്ചിടുകയും ഞങ്ങളുടെ ഈ പടപ്പക്കര വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി. ആ സമയത്തൊക്കെ ദൈവത്തിന്റെ വലിയ കരം ഞങ്ങളോട് കൂടെ ഇരുന്നു. വലിയ അത്ഭുതങ്ങൾ. അന്നൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ ഇങ്ങനെ തുടർമാനം നടന്നുകൊണ്ടിരുന്നു. അടുത്തുള്ള കുട്ടികളെല്ലാം പോലീസിൽ കൊല്ലത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ പെന്തക്കോസിന്റെ ആരാധന നടക്കുന്നെന്ന്. കൊല്ലത്തിൽ നിന്ന് കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് SIയും പോലീസുകാർ ഇവിടെ വന്നു, അന്വേഷിച്ചു. അങ്ങനെ അപ്പൊ അവര് മനസ്സിലാക്കി ഇത് വെറുതെയാണ്, ഞങ്ങൾ വീടാ, ഇങ്ങനെ വീട്ടിലെ പ്രാർത്ഥനയാ, ചർച്ച് നാന്തിരിക്കലാണെന്ന് പറഞ്ഞു. ഓക്കെ, അവർക്ക് കാര്യം മനസ്സിലായി, അവരങ്ങ് പോയി. അങ്ങനെ നമ്മൾ ആ കൊറോണ സമയത്ത് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല അനുഗ്രഹത്തോടെ ദൈവം ഞങ്ങളെ നടത്തി. ഈ വീടിന്റെ മെയിൻ്റെനൻസ് പണികളെല്ലാം ചെയ്ത ആ സമയത്ത് ഞങ്ങൾ ഈ വീട് ഒന്ന് പുതുക്കിയൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്റെ സഹോദരങ്ങള് ഞാൻ ഈ ഇരിക്കുന്ന സെറ്റി എന്റെ സഹോദരങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാ. പക്ഷെ സെറ്റി ആ കൊറോണ സമയത്ത് മൂന്നാറിൽ നിന്ന് ഇവിടെ വരുവാനിടയായി. ഭയങ്കര മിറക്കിളായിരുന്നു. ഈ വീട്ടിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ആ കൊറോണ സമയത്ത് തന്നെ ദൈവം അത്ഭുതകരമായി ചെയ്ത ഞങ്ങൾക്ക് വേണ്ട വഴികളെല്ലാം ഒരുക്കി തന്ന് ദൈവം ഞങ്ങളെ മാനിക്കുവാനിടയായി തീർന്നു. എല്ലാം എല്ലാം ഞങ്ങൾക്ക് നൽകി തന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഇതിനിടയിൽ ഞാന് നോർത്ത് ഇന്ത്യയില്, ഛത്തീസ്ഗഡില്, അതുപോലെ തന്നെ ജാർഖണ്ഡില്, ഗുജറാത്തില്, ബോംബെയില്, ഡൽഹിയില്, ബീഹാറില്, അവിടെയെല്ലാം ഞാൻ എൻ്റെ ബ്രദറുമായിട്ടും ഞാൻ തന്നെയും ഒക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി തന്നു. വടക്കേന്ത്യൻ സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നൽകി തന്നതാണ്. ബീഹാറില് ഫാഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ സ്നേഹിതയുടെ ചർച്ചിൽ
ഞങ്ങൾ കടന്നുപോയി, സുരേഷ് പാസ്റ്ററും മിനി സിസ്റ്ററും. അവിടെ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു ആ സ്ഥലത്ത് ഗാവിലുള്ളതായ വലിയൊരു മൂപ്പന്റെ വീട്ടിലാണ് പ്രാർത്ഥന നടന്നത്. ഒരുപാട് ജനം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ജനം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെയൊക്കെ കണ്ടാൽ നമ്മൾ പേടിക്കുന്ന പോലത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി രുദ്രാക്ഷമാലകളും അങ്ങനത്തെയൊക്കെ ഒത്തിരി ഒത്തിരി അണിഞ്ഞവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രയറിന്. അവരോടൊക്കെ പ്രസംഗിക്കുവാനും പ്രവചിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. അവരോടൊക്കെ ദൂത് പറയുവാൻ കർത്താവ് കൃപ തന്നു. അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ ആ വീട്ടിനകത്ത് അന്ന് ശുശ്രൂഷയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ വീട്ടിലെ തന്നെ ആ വലിയ മൂപ്പന് 2 ഭാര്യമാരുണ്ട്. അവർക്ക് 2 പേർക്കും മക്കളുണ്ട്. അതിലൊരു ഭാര്യയുടെ ഒരു മകൻ പോലീസ് ആകാനായിട്ട് റെഡിയായി. അതിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ദൈവാത്മാവ് അത് പ്രവചനത്തിലൂടെ പറഞ്ഞ്, അപ്പോൾ എൻ്റെ കൂട്ടുകാരി അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവളത് അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കോണം, അപ്പോഴാണ് ആ വീട്ടിലുള്ള മറ്റുള്ളവർ പോലും ആ വിവരങ്ങൾ അറിയുന്നത്. അങ്ങനെ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നി. ഒത്തിരി അവിടെ വന്നവർക്കെല്ലാം ഞങ്ങള് ഊണ് കഴിയുമ്പോഴത്തേക്കിന് ഒരമ്മയും കുഞ്ഞും കയറി വന്നു. ഞാൻ കണ്ണടച്ചുകൊണ്ട് തന്നെ ദൈവാത്മാവ് എന്നെ കാണിച്ചു, വെള്ളത്തിൽ കൂടി, ഇത്രയും വെള്ളത്തിൽ കൂടി അവര് നീന്തുന്നതായിട്ട്. ഞാനത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചതാ, വെള്ളം പൊങ്ങിയത് കൊണ്ട് വെള്ളത്തിൽ കൂടി നീന്തി നീന്തി വരാൻ താമസിച്ചു, അതാ ഞങ്ങൾ ലേറ്റ് ആയതെന്ന് പ്രയറിന് വരാൻ. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തി. അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ കൂടി വന്നവരുടെ എല്ലാം കാര്യങ്ങൾ ഞാനിപ്പോൾ അതൊക്കെ മറന്നുപോയി, ഒത്തിരി വർഷങ്ങളായ കാര്യങ്ങളാണല്ലോ. അങ്ങനെ ദൈവം വലിയ കാര്യങ്ങളെ അവിടെ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ നോർത്ത് ഇന്ത്യയില് ധാരാളം സ്ഥലങ്ങളിൽ കടന്നുപോയി. ജാർഖണ്ഡില് പല സ്ഥലങ്ങളിൽ കടന്നുപോയി. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ കടന്നുപോയി. ഡൽഹിയിൽ കടന്നുപോയി. ഡൽഹിയിലൊക്കെ പോയിട്ട് തന്നെ ഞാൻ യാത്ര ചെയ്തു പോയി ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. അതുപോലെ ബോംബെയിലൊക്കെ ഞാൻ കടന്നു പോകാൻ കാര്യം എന്നാന്ന് ചോദിച്ചാല്, ഞാൻ 2016 തൊട്ട് പവർഷൻ ടി വിയില് സുവിശേഷ പ്രസംഗം ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. ഞാൻ വലിയ പ്രഭാഷകയോ വലിയ അറിവുള്ള ആളോ ഒന്നും അല്ല, ഒരു അറിവും ഇല്ല, ഒന്നുമില്ല. എങ്കിലും സർവശക്തനായ ദൈവം, എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സാക്ഷ്യമെങ്കിലും പവർഷൻ ടി വിയിൽ ഒന്ന് പറയണമെന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയത്തില്ല, എനിക്ക് അത് അറിയത്തില്ല, ലോകം മുഴുവൻ ജനം കാണുന്നത്, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല നീ ഒരു സാക്ഷ്യം പറഞ്ഞാൽ മതി, ഒരു സാക്ഷ്യം ഒന്ന് പറയുന്നു പറഞ്ഞ് എന്നെയും കൊണ്ട് പവറുഷ്യന്റെ ചാനൽ തിരക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം ട്രിവാൻഡ്രത്തിന് പോയി. ട്രിവാൻഡ്രം മുഴുവൻ ഞങ്ങൾ വട്ടം കറങ്ങി, എയർപോർട്ടിന്റെ അതിലെയും സിറ്റി പേട്ട അവിടെ എല്ലാം കറങ്ങിയിട്ട് ഞങ്ങള് തിരിച്ചു വന്നിട്ട് പിന്നത്തെ പ്രാവശ്യം ഞങ്ങള് തിരുവല്ലായിക്ക് പോയി. ഇതെവിടാന്നൊന്നും അറിയത്തില്ല അന്ന്, ഇത് തുടങ്ങിയ സമയമാ. തിരുവല്ലായിക്ക് പോയിട്ട് ഞങ്ങള് അതിലെല്ലാം കറങ്ങി അടിച്ച് നടന്നിട്ട് ഇങ്ങനെ എവിടെയാണ് പോകേണ്ടത്, എവിടാ പറയണ്ടത് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ കറങ്ങി നടന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായി, ആരോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ വെണ്ണിക്കുളത്താണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വെണ്ണിക്കുളത്ത് ചെന്ന് അവിടെ ചെന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പം അവിടെ ഇരിക്കുന്ന ജോൺ എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു. ആ സാറ് പറഞ്ഞു, സാക്ഷ്യം മാത്രമല്ല, എല്ലാ ആഴ്ചയിലും ഒരമണിക്കൂർ വീതം വചനം പറ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാ അതിന്റെ കാര്യങ്ങള്. അപ്പം സ്പോൺസേഡ് പ്രോഗ്രാമാ, അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ രണ്ടുപേരും, അയ്യോ നമുക്ക് പൈസ ഇല്ലല്ലോ, എങ്ങനെ ഇതൊക്കെ ചെയ്യും. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ നമ്മുടെ വീടും വസ്തുവിന്റെയും പ്രമാണം കൊണ്ടുപോയി നമുക്ക് ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ വിശ്വാസത്താൽ ചെയ്യുന്ന വേലയല്ലേ, അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ആ സാറ് ഞങ്ങളെ നിർബന്ധിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യ് ഒരു പ്രോഗ്രാം തുടങ്ങുന്ന് പറഞ്ഞിട്ട്. ഈ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. സാറ് പറയുന്നത് കേട്ടുകൊണ്ട് ഞങ്ങള് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു. അപ്പൊ സാർ ആദ്യമേ വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞു, ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞു. ഇങ്ങനെ പല ദിവസങ്ങളും പല സമയങ്ങളും സാറ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യവും ഇല്ല. ഏത് ദിവസം നടത്തണമെന്നോ ഏത് സമയം നടത്തണമെന്നോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല.
സാറ് തന്നെ ഓരോ ദിവസം ഞങ്ങളെ ഇതിന്റെ ഓരോ കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഓരോ സമയം പറയും, ഓരോ ദിവസം പറയും, ഞങ്ങൾ ഓക്കെ എന്ന് പറയും. ലാസ്റ്റ് സാറ് കൊണ്ടുവന്ന ശനിയാഴ്ച ദിവസം വെച്ചു. സാറ് പറഞ്ഞു ശനിയാഴ്ച ദിവസം 4:30 തൊട്ട് 5 മണി വരെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ സാറ് ചോദിച്ചു എന്താ നിങ്ങൾ ഈ പ്രോഗ്രാമിന് ഇടുന്ന ഒരു പേര് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഉണർവിൻ ആ, അഗ്നി എന്ന് പറഞ്ഞു. ഉണർവിൻ അഗ്നി. ആ ഓക്കെ. അങ്ങനെ പറഞ്ഞ് ഞങ്ങള് എഗ്രിമെന്റ് ഒക്കെ എഴുതി ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രിയമുള്ളവരെ, ആദ്യത്തെ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞ ആദ്യത്തെ TV പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാം കണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ഞങ്ങൾ ആ പ്രാർത്ഥനാ വിഷയം കേട്ടിട്ട് അവര് ഞങ്ങളോട് പറഞ്ഞു, ഈ എനിക്ക് എക്സാം ഉണ്ട്, ആ എക്സാം പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം പ്രോഗ്രാം ചെയ്യാനുള്ള സ്പോൺസർ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങള് ഫോൺ വെച്ചു, പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങൾ അവരുടെ നമ്പർ മേടിച്ചില്ല, അവരുടെ ഒരു കാര്യവും അന്വേഷിച്ചില്ല. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങള് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളി വന്നു, ഞങ്ങളുടെ പേര് പറ, ഫോൺ നമ്പർ പറ, ആ, അവർക്ക് ജോലി കിട്ടി, അവര് 1 മാസത്തേക്കിനുള്ള പ്രോഗ്രാമിന്റെ പൈസ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആദ്യമായിട്ട് അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പിന്നെ അങ്ങോട്ട് TV പ്രോഗ്രാമിലൂടെ വലിയ അത്ഭുതങ്ങളായിരുന്നു കർത്താവ് ചെയ്തത്. ഇപ്പോൾ 10 വർഷമായി ഈ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസം 4:30 തൊട്ട് 5 വരെ. വീട്ടിലെ സഭായോഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാമിന് തടസ്സങ്ങൾ നേരിട്ടു. അപ്പോൾ സമയം മാറ്റി ചെയ്തു നോക്കി. അപ്പോൾ പ്രേക്ഷകർക്കൊന്നും അത് സമയം അറിയാത്തതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. വീണ്ടും അത് 4:30 തന്നെ, ശനിയാഴ്ച 4:30 തന്നെ വന്നു. പക്ഷെങ്കിൽ എല്ലാ ശനിയാഴ്ചയും പറ്റുകയില്ല. ആദ്യ ശനിയാഴ്ച മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം ബാക്കി വീട്ടിലെ സഭായോഗത്തിന്റെ അതിനോടനുബന്ധിച്ചുള്ള മാസയോഗങ്ങളും കിഡ്സ് പ്രോഗ്രാമുകളും അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാമായി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അത് ഈ 2012 ഞാൻ ആദ്യമായി വിദേശയാത്ര ചെയ്യുന്നത് കുവൈറ്റിലേക്കാണ് ആദ്യം കടന്നുപോയത്. അവിടെ കടന്നുപോയി അവിടുന്ന് സുവിശേഷ വേല അതിശക്തമായിട്ട് ഓടി നടന്ന് അവിടെ എല്ലാം പ്രവചിക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ബ്രദർ എന്നോട് പറഞ്ഞു, എന്റെ ബ്രദർ എന്നെ കൊണ്ടുപോയത്, ബ്രദർ എന്നോട് പറഞ്ഞു വിസ നീട്ടി എടുക്കട്ടെ, ഇഷ്ടംപോലെ ശുശ്രൂഷയുണ്ട്, ഇഷ്ടംപോലെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുകയാ. അപ്പോൾ ആ ശുശ്രൂഷയിലൂടെ കിട്ടിയ നന്മകൾ ദൈവം ഞങ്ങളുടെ സ്ഥിതികളെല്ലാം മാറ്റി. കുഞ്ഞുങ്ങളുടെ സ്കൂളില് അടയ്ക്കാൻ കിടന്ന ഫീസുകളെല്ലാം സാറ് കുഞ്ഞുങ്ങളുടെ റിസൾട്ട് ഞങ്ങൾക്ക് അവര് പാസ്സായോ ഇല്ലയോ എന്ന് പറയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോ കുഞ്ഞുങ്ങളുടെ പേരില്ല പേപ്പറില. എന്താ സാറേ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് റിസൾട്ട് ഇടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആദ്യത്തെ വിദേശയാത്രയിലൂടെ കുഞ്ഞുങ്ങളുടെ ഫീസ് എല്ലാം അടച്ചു തീർക്കുവാനും, അതുപോലെ അന്ന് ഞങ്ങൾക്ക് ഒരു 2 വീലർ ഉണ്ടായിരുന്നു. അതിന്റെ ടയർ ഒന്നും മാറാൻ വകയില്ലാതെ അതൊക്കെ പിടിക്കുന്നതൊന്നും നിൽക്കത്തില്ലായിരുന്നു, തെന്നി ഓടുമായിരുന്നു. അതൊക്കെ മൊട്ടയടിച്ചിരിക്കുകയായിരുന്നു. സ്വർഗത്തിലെ ദൈവം അതൊക്കെ മാറാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ മാറ്റാനും കർത്താവ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം തന്ന ദൈവം ആ വിദേശയാത്രയിലൂടെ ദൈവം സഹായിപ്പാൻ കർത്താവ് ഇടയാക്കി. തുടർന്ന് പിന്നീട് ഞാൻ 2017 വീണ്ടും 2016 കർത്താവ് എനിക്ക് ദുബൈക്ക് പോകാൻ ഒരു അവസരം ഒരുക്കി തന്നു. അത് ഈ TV പ്രോഗ്രാം കണ്ടിട്ട് സാമച്ചൻ പാസ്റ്ററിന്റെ വൈഫ് ഹണിയാൻറ്റി എന്നെ വിളിച്ചു. മീറ്റിംഗ് അവിടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വെച്ചിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ മീറ്റിംഗിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു സിസ്റ്ററിന് ഒരു അത്ഭുത വിടുതൽ കിട്ടിയിട്ട് ആ സിസ്റ്റർ എന്നെ ദുബൈയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ദുബൈയിൽ പോകുന്നത്. ആ സിസ്റ്റർ ഇപ്പോൾ ഇന്ന് എന്റെ ചർച്ചിലെ മെമ്പറും കൂടിയാണ്. അങ്ങനെ ആ മെമ്പർ എന്ന്
എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വരുന്നുണ്ട് നാട്ടിലുള്ളപ്പോഴൊക്കെ. ആ, അങ്ങനെ ആ കർത്താവിന്റെ ദാസിയിലൂടെ ദുബൈയിൽ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ദുബൈയിലും അവിടെ ഓടി നടന്ന് എല്ലായിടത്തും ചർച്ചുകളിലെല്ലാം കടന്നുപോയി പ്രസംഗിക്കുവാനും പ്രവചിക്കുവാനും കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. അതിനുശേഷം പിന്നെയും ഞാൻ വന്ന് 2017 വീണ്ടും കുവൈറ്റിലേക്ക് കടന്നുപോയി. കുവൈറ്റിൽ കടന്നുപോയി എല്ലാ സ്ഥലങ്ങളിലും പോയി ശുശ്രൂഷിച്ചു. അന്ന് 1 മാസത്തെ വിസയെ കുവൈറ്റ് അനുവദിക്കുകയുള്ളായിരുന്നു, 29 ദിവസം. 29 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, കർത്താവെ എനിക്ക് ഒന്നും കൂടി ഇവിടെ ഒന്ന് നിൽക്കണമെന്ന്. എന്റെ ബ്രദർ പോകുന്ന ഫുൾ ഗോസ്പൽ ചർച്ചിലാണ് ഞാൻ പോയി ആരാധിച്ചിട്ട് അന്ന് അവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്റെ യാത്രയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടത് എന്റെ കരങ്ങളിൽ വീണ്ടും വിസ അടിച്ചു കിട്ടിയതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ കർത്താവ് എനിക്ക് വീണ്ടും ഒരു വിസയും കൂടെ അവിടെ അടിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം, അതും എന്റെ ആഗ്രഹമായിരുന്നു. ഈ വിസ പേപ്പറിലാ എനിക്കെല്ലാം കിട്ടുന്നതാ, ജോലിക്കാർക്കെല്ലാം വിസ പാസ്പോർട്ടിൽ അടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാരുടെ എല്ലാം വിസ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്നത്. ഞാനും കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ പാസ്പോർട്ടിൽ ഒരു വിസയെങ്കിലും ഒന്ന് അടിച്ചു തരണേ എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ജോലി വിട്ടത് കർത്താവിന് വേണ്ടിയല്ലേ, അപ്പം ഞാൻ ജോലിക്കാരി അല്ല എന്ന് പറയാൻ കർത്താവിന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവ് എന്റെ പാസ്പോർട്ടിൽ ഒരു വിസ അടിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ വിസ അടിച്ചത് എന്റെ പാസ്പോർട്ടിൽ അടിച്ചത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം ആ 2ാമത്തെ കുവൈറ്റ് യാത്രയിലും ദൈവം അനുഗ്രഹിച്ചു. കർത്താവ് വഴികളെയൊക്കെ തുറന്നു തന്നു. അവിടെയുള്ള ദൈവജനമൊക്കെ എന്നെ മാനിക്കുവാനും എനിക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങൾ ചെയ്യുവാനൊക്കെ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അതിനുശേഷം പിന്നീട് ഞാൻ 2019 ദുബൈയിലേക്ക് കടന്നു പോകുന്നു. വീണ്ടും ദുബൈയിൽ കടന്നുപോയി അവിടെയെല്ലാം ഓടിയിടന്ന് ശുശ്രൂഷിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ അവിടെ ഒക്കെ കർത്താവ് ചെയ്യുവാൻ ഇടയാക്കി. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ദുബൈയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആന്റി എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് എന്നെ ആക്കാൻ വന്നതാ. അവിടെ വന്നപ്പോഴത്തേക്കിന് ആന്റി ഇങ്ങനെ എന്നോട് പറയുകയാണ്, എനിക്ക് ഒരു കാർഡുണ്ട് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള, ആ കാർഡിൽ പൈസ ഇല്ല, ചാർജ് ചെയ്തില്ല. അപ്പോൾ ആന്റി എന്നോട് പറഞ്ഞു, ഞാൻ വന്ന് ഡ്രൈവറോട് സംസാരിക്കാമെന്ന്. ആന്റി വന്ന് ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ആ ഡ്രൈവറിന്റെ ഒരിക്കൽ വന്ന് സംസാരിച്ചു, ഹിന്ദിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഓക്കെ, ഞാൻ ഡ്രൈവറിന്റെ ആ കാർഡ് എനിക്ക് തന്നിട്ട് ഞാൻ ആ കാർഡ് ബസ്സിൽ പതിച്ചിട്ട് ഞാൻ അകത്ത് കയറി. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് എന്നെ കൊണ്ടുവന്ന് ഇറക്കുന്ന ആ സ്ഥലത്ത് എത്തിയപ്പോൾ ആ ഡ്രൈവർ ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന എന്നെ എന്ത് ചെയ്തു, എനിക്ക് പോകേണ്ടുന്ന റെയിൽവേ സ്റ്റേഷന്റെ വഴി കാണിച്ചു തന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് എന്ന് ഞാൻ ഈ കാർഡ് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ആ മനുഷ്യൻ, പാകിസ്ഥാനിയാ ആ ഡ്രൈവർ, ഹിന്ദി, ആളെ എനിക്കെല്ലാം പറഞ്ഞു തന്ന് എന്നെ അവിടെ സഹായിപ്പാനിടയായി തീർന്നു. പിന്നീട് ഒരിക്കൽ ഇതുപോലെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് എന്റെ കാർഡിൽ പൈസ ഇല്ലെന്ന്. എനിക്ക് അത്യാവശ്യം രാവിലെ ഒരു മീറ്റിങ്ങിന് കടന്നു പോകേണ്ടതാ. ആ മീറ്റിംഗ് സ്ഥലത്തേക്ക് എത്താറായപ്പോഴാണ് ഈ കാർഡിലെ പൈസ ഇല്ലെന്നുള്ള വിവരം അറിയുന്നത്. പെട്ടെന്ന് ഞാൻ മുന്നിൽ ചെന്ന് ഡ്രൈവറോട് പറഞ്ഞു. ഡ്രൈവർ ഈ ചാർജ് ചെയ്യുന്ന സ്ഥലമായപ്പോൾ ബസ് അവിടെ നിർത്തിയിട്ടിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പോയി ചാർജ് ചെയ്ത് തിരിച്ചു വരുന്നത് വരെ ആ ബസ് എന്നെ കാത്ത് അവിടെ നിന്ന്. ഇതൊക്കെ വിദേശത്ത് നടന്ന സംഭവം, ഈ പറയുന്നത് ദുബായിൽ നടന്ന കാര്യമാ. ആ കാർഡ് ചാർജ് ചെയ്ത ഞാൻ തിരിച്ചു കയറി വന്ന് എനിക്ക് ആ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ എന്റെ വഴി യാത്രയിൽ ഞാൻ പോയെടുത്തും വന്നെടുത്തും എല്ലാം ധാരാളം ദൈവപ്രവർത്തികൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. പ്രിയ ദൈവജനമേ, ദൈവം നമ്മളെ അയക്കുന്നതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, എന്താണ്, മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. പിന്നീട് 2020 കർത്താവ് എന്നെ മസ്കറ്റിലേക്ക് അയക്കുന്നു. അതിനുശേഷം മസ്കറ്റിലും കർത്താവിന്റെ വേല ഞാൻ ചെയ്തു. ഇബ്രി വരെ കടന്നുപോയി ദൈവവചനം ഘോഷിക്കുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു. അതിനുശേഷം പിന്നീട് ഞാൻ 2022 വീണ്ടും എന്നെ സ്വർഗത്തിലെ ദൈവം ദുബൈയിലേക്ക് അയക്കുന്നു. ഞാൻ അറിയാത്ത ഒരു ഫോൺ കോൾ എനിക്ക് കടന്നു വരുന്നു. എന്നെ അവിടേക്ക് ക്ഷണിക്കുന്നു. ഞാൻ അവിടെ കടന്നു
കടന്നു പോകുന്നു, ഒരു മീറ്റിംഗ് സ്ഥലത്തേക്ക് പോകുന്നു. ദൈവം അവിടെ വലിയൊരു മിറക്കിൾ എനിക്ക് വേണ്ടി ചെയ്യുന്നു. ആ അജ്മാനിലുള്ളതായ ജിംസൺ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിന്റെ ചർച്ചിലേക്കാണ് ഞാൻ പോയത്. അവിടെ ഒരു കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസിലേക്ക് എന്നെ വിളിച്ചത്. കോൺഫറൻസ് അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് തലയിൽ തുണി ഇട്ടുടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 3-ാം ദിവസം ഒരു അത്ഭുതം ഇവിടെ നടക്കും എന്ന് പറഞ്ഞു. അന്ന് ദൈവം എനിക്ക് വേണ്ടി അവിടെ ഒരു അത്ഭുതം ചെയ്തു. എന്തെന്ന് ചോദിച്ചാൽ, എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. എൻ്റെ നെർവ് ബൾജായിരിക്കുന്നതായിരുന്നു. വർഷങ്ങളായി ഞാൻ നടുവേദന അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു. ആ 3-ാം ദിവസം കർത്താവ് അതിന് അവിടെ വെച്ച് ഒരു അത്ഭുത വിടുതൽ തന്ന് ദൈവം എന്നെ സൗഖ്യമാക്കി. പിന്നീട് ഞാൻ അവിടെയെല്ലാം ഓടിയടന്ന് ശുശ്രൂഷിച്ച് കർത്താവ് എന്നെ 2022 ദുബൈയിൽ നിന്ന് എന്നെ മടക്കി അയക്കുന്നു. പ്രിയ ദൈവജനമേ, ഞാൻ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അനേകര് ഈ സുവിശേഷം TV പ്രോഗ്രാമിലൂടെ കേൾക്കുന്നത് കൊണ്ട് ചെല്ലുന്നിടത്തെല്ലാം പ്രേക്ഷകരെ കാണുവാനും അവരെല്ലാം ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുവാനും ഒക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. ഒരിക്കൽ ഇതുപോലെ ഞാൻ ഒരു ചച്ചകോടില് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയുക, വരാന്തേ കൂടെ പോയിട്ട് പറയാ, അയ്യോ ആ സൗണ്ട് എനിക്ക് ഒരുപാട് പരിചയമുള്ള സൗണ്ടാണെന്ന്. അവസാനം എന്റെ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ അടുക്കെ വന്ന് ചോദിച്ചു, സിസ്റ്ററെ എവിടെയാ, എനിക്ക് ഒത്തിരി പരിചയം ഉണ്ടല്ലോ എന്ന്. കാരണം അന്നൊക്കെ TV പ്രോഗ്രാം എല്ലാ ചൊവ്വാഴ്ചയും അതിരാവിലെ ഉണ്ടായിരുന്ന 5 മണി തൊട്ട് 5:30 വരെ. ആ പ്രോഗ്രാം കണ്ടിട്ട് ആ അങ്കിൾ എന്നും ജോലിക്ക് പോകത്തുള്ളായിരുന്നു. അപ്പൊ ആ അങ്കിളിന് എന്നെ അങ്ങനെ പരിചയമായിരുന്നു TV പ്രോഗ്രാമിലൂടെ. അങ്ങനെ ധാരാളം പേര് TV പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുവാനും അനേക സ്നേഹിതരെ സമ്പാദിക്കുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. മാതാപിതാക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒത്തിരി ബന്ധങ്ങളെ കർത്താവ് എനിക്ക് തന്നു. പവർഷൻ TVയിലൂടെ സുവിശേഷ പ്രസംഗം ചെയ്യുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അനേക ബന്ധങ്ങൾ എനിക്കുണ്ടായി. ഈ കഴിഞ്ഞ വർഷം 2024 ഞാൻ എവിടെയും പോയില്ല. പക്ഷെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സ്നേഹിതരൊക്കെ വന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും, ദുബായിൽ നിന്നും, കുവൈറ്റിൽ നിന്നും ഒക്കെ വന്നവര് എന്നെ കാണാൻ ഇങ്ങോട്ട് വരുവാനിടയായി തീർന്നു. ഞാൻ അതിനൊന്നും യോഗ്യതയുള്ള വ്യക്തിയല്ല, വലിയ ആളൊന്നും അല്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിക്കുന്ന വിധങ്ങൾ അത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത്രത്തോളം ഒക്കെ കൊണ്ടുവന്ന ഈ സർവശക്തനായ ദൈവത്തെ ഇനിയും സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഇനിയും വാഴ്ത്താതിരിക്കുവാൻ കഴിയുമോ? ഇനിയും കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുമോ? ഞങ്ങള് 11 ആയിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ എല്ലാം ദൈവം കുവൈറ്റിലേക്ക് അയച്ചു. ഒട്ടുമുക്കാലും പേര് കുവൈറ്റിൽ പോയി. എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ പപ്പായും ഏകദേശം ഒരു 2-3 പേരുവേ ഉള്ളു ഇനിയും കുവൈറ്റ് കാണാത്തത്. ബാക്കി എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം കുവൈറ്റിലേക്ക് അയച്ചു. കൊച്ചുമക്കൾ തന്നെ കുറെ പേര് കുവൈറ്റിലാ ഉണ്ടായത്. കൊച്ചുമക്കളുടെ മക്കളും കുവൈറ്റിലുണ്ടായി. അങ്ങനെ സ്വർഗത്തിലെ ദൈവം വലിയ ഒരു അനുഗ്രഹത്തിലൂടെ സ്വർഗം ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. അതിനും ഒരു സാക്ഷ്യമുണ്ട് എനിക്ക് പറയാൻ. ഞാന് ഈ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ചർച്ചിലെ ഒരു അമ്മാമ്മ എന്നോട് വന്ന് പറഞ്ഞു, ഗ്രേസ്, കുവൈറ്റിലേക്ക് ഇങ്ങനെ നഴ്സുമാരെ പോകുന്നോ, ഗ്രേസ് പോകുന്നോ, നിങ്ങളുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ വരായിരുന്നു. കാരണം എനിക്ക് പാസ്പോർട്ടൊക്കെ എഴുതി വെച്ചേക്കുന്നതല്ലേ, എനിക്ക് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അതങ്ങ് പുസ്തകത്തിൽ എഴുതി വെച്ചു. എങ്ങനെയാ എഴുതി വെച്ചത്? സ്വർണ്ണ ലിപികളിൽ വേണം എഴുതി വെച്ചെന്ന് പറയാൻ. കാരണം കർത്താവ് എന്നെ മാനിച്ചു. എന്നെയും കുവൈറ്റിൽ അയച്ചു, എൻ്റെ അമ്മയെ അയച്ചു, എൻ്റെ സഹോദരങ്ങളെ എല്ലാം കുവൈറ്റിൽ അയച്ചു, കൊച്ചുമക്കളെ അയച്ചു. മരുമക്കൾ തന്നെ കുവൈറ്റിൽ നിന്നുണ്ട്, കൊച്ചു മരുമക്കൾ കുവൈറ്റിൽ നിന്നുണ്ട്. അവരൊക്കെ കുവൈറ്റിലാണ് ഇപ്പോൾ, ഫാമിലിയായിട്ടൊക്കെ. ഈ സ്വർഗത്തിലെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, അല്ലെ? എന്നോടൊപ്പം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന അരുമ TVയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആമേൻ വന്ദനം ഞാൻ പറയുന്നു. എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇത്ര നല്ലവനായ ദൈവത്തെ പിന്നെയും നമുക്ക് ആത്മാർത്ഥമായി സേവിക്കാം.
കർത്താവിന്റെ നന്മ പ്രവർത്തികൾ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന IPC ബെഥെസ്ദ ചർച്ച്, ആ ചർച്ചിലെ എല്ലാ ദൈവമക്കളെയും ഓർത്ത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. തുടർന്നും എൻ്റെ മക്കളുടെ ഭാവി ഓർത്തും പ്രാർത്ഥിക്കണം. ബെസ്ലേൽ ബിജു, ബ്ലസൻ ബിജു കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തും പ്രാർത്ഥിക്കണം. എൻ്റെ പപ്പ എൻ്റെ കൂടാണ് ഇപ്പോൾ. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട്, ചങ്ങനാശ്ശേരിയിൽ ആരുമില്ലാത്ത ഇവിടെ എൻ്റെ കൂടെയാണ്. എൻ്റെ പപ്പായിക്ക് ഇപ്പോൾ 86 വയസ്സാകുന്നു. പപ്പായെയും ദൈവമായ കർത്താവ് അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ 2022 മരിച്ചുപോയി. എന്നാൽ ദൈവമായ കർത്താവ് ഞങ്ങളെ എല്ലാം നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ ബ്രദറാണ് ആന്റണി ഫ്രാൻസിസ്. ബ്രദറും കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ രാജ്യങ്ങൾ തോറും കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നടക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെയും ഞങ്ങളുടെ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അരോമ TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അരോമ TV നടത്തിക്കൊണ്ടിരിക്കുന്നതായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷകളെ മാനിക്കുമാറാകണമേ. ഗുജറാത്തിന്റെ പ്രദേശത്ത് തന്റെ ദാസനും ഫാമിലി ആയിരിക്കുന്നല്ലോ. ദൈവകൃപയിൽ മറയ്ക്കണം, പരിപാലിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ. ഈ അരോമ TV പ്രേക്ഷകരെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ കർത്താവെ വേദനയോടെ, കണ്ണുനീരോടെ, ഭാരത്തോടെ ആയിരിക്കുന്നോ അവരെല്ലാം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. മറുപടി നൽകണമേ, മാനിക്കണമേ, വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, ശക്തീകരിക്കണമേ. ശക്തമായി കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് സൗഖ്യവും വിടുതലും ആരോഗ്യവും ബലവും എല്ലാം കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാലെ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. പ്രിയ പിതാവേ, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. 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 താങ്ക് യു പ്രിയ കർത്താവിന്റെ ദാസി ഗ്രേസി ബിജു സിസ്റ്റർ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് നടത്തിയ അത്ഭുതകരമായ ശ്രേഷ്ഠ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ചങ്ങനാശ്ശേരിയിലെ ഒരു വലിയ കുടുംബത്തിൽ 11 സഹോദരങ്ങൾ ഉള്ള ആ ഒരു കുടുംബത്തിലെ ആദ്യ ഫലമെന്ന വണ്ണം ദൈവം കർത്താവിന്റെ ദാസി പ്രിയ ഗ്രേസി സിസ്റ്ററിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിൽ ആയിരുന്ന ആ കുടുംബത്തിൽ ദൈവം കണ്ടത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ശക്തമായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവരെ കൂടി ആ കുടുംബത്തിൽ നിന്ന് ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പരുവത്തിനുള്ളതായ ഒരു വ്യക്തിയെയാണ് ദൈവം ആദ്യമേ ആ കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവം എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ഓരോ വ്യക്തികളെ കുറിച്ച് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അതൊക്കെ ആശ്ചര്യമാണ്. എന്നാൽ ദൈവം അതെല്ലാം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുന്നമേ പ്ലാൻ ചെയ്ത ആ ഒരു സംവിധാനത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അത് മുന്നമേ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ അത് ഓരോ സ്റ്റെപ്പുകളിലൂടെ നാം കയറി ഇറങ്ങുമ്പോൾ, ഓ ദൈവമേ, ഇതിനായിട്ടല്ലയോ അങ്ങനെ മുന്നമേ തിരഞ്ഞെടുത്തത്, ഇവിടേക്ക് കൊണ്ടുവരാനല്ലയോ, ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരാനല്ലയോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കുവാൻ തക്കവണ്ണം. ചില സന്ദർഭങ്ങളിലൊക്കെ ചില പ്രതികൂലങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്ന നിലയിൽ കടന്നു വരാം. എന്നാൽ അതിൻ്റെ പിന്നിലും ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും ആണ് എന്നുള്ളതാണ് വസ്തുത. സ്തോത്രം. ദൈവദാസിയെ ദൈവം ഈ കാലയളവിൽ അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം
അനേകരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തത്തക്കവണ്ണം, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കത്തക്കവണ്ണം ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവ് പിന്നെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ സാക്ഷ്യം വഹിക്കുവാൻ, ഏറെ വേദികളിൽ കർത്താവിനെ ഉയർത്തുവാൻ പിന്നെയും കർത്താവ് ശക്തമായി അവസരങ്ങളെ ഒരുക്കി സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇന്ന് പങ്കുവച്ചതായ ഈ അനുഭവ സാക്ഷ്യം അനേക സഹോദരി സഹോദരങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ വിവിധ വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉള്ള പ്രിയപ്പെട്ടവര് അരോമ ടിവിയുടെ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ വീട്ടില് ഒരുപാട് പുണ്യാളന്മാരും അവരുടെ രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ദൈവവചനം ആ ഭവനത്തില് കേൾക്കുവാൻ ഇടയായി തീർന്നതും കർത്താവിന് വേണ്ടി ലുദിയ തന്റെ ഹൃദയം തുറന്നു കൊടുത്തതുപോലെ പ്രിയ ഗ്രേസി സിസ്റ്റർ തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. അത് നിമിത്തം ഇന്ന് ആ ഭവനം മുഴുവനുമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു വിടുതല്, വലിയൊരു ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ, ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം നല്ല നിലത്ത് വിതയ്ക്കപ്പെടുന്നുവെങ്കിൽ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുമെന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റത്തിന് മുഖാന്തരമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആകയാൽ നിങ്ങൾ എല്ലാവരും ഈ സാക്ഷ്യം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപൂർവ്വം മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കുക. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.